ദീപം ദീപം ദീപം. ഓ, എന്റെ കൊച്ചിവിടെ മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തുമ്പോ ഈ ചേട്ട കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ, തിന്നും ചെയ്യുന്നു. എന്തോട്ട് ജന്മതേടി, സന്ധ്യ നേരത്തെങ്കിലും ഇതൊന്നും ചെയ്യാതെ ഇരുന്നൂടെ നിനക്ക്? ശിവം ഭവന്തു കല്യാണം ആരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായി സന്ധ്യാദീപം നമസ്തുതേ. ഉറങ്ങാനും സമ്മതിക്കത്തില്ല. സന്ധ്യ നേരത്താണോടി കിടന്നുറങ്ങുന്നേ? മര്യാദക്ക് എണീറ്റോണം, ഇല്ലെങ്കിൽ മടല് വെട്ടി അടിക്കുന്ന ചേട്ടാ. അമ്മ, എനിക്ക് ക്ലാസ് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവിടെ വന്നാൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ചെടി കുരുത്തും കിട്ടിയ സാധനമേ, ഈ കോളേജിൽ പോകുന്ന പഠിക്കാനല്ലേ, ഉറങ്ങാനാണോടി? അമ്മായി, സന്ധ്യ നേരത്തെ ഇങ്ങനെ വഴക്കിടല്ലേ, അവള് പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ ലച്ചു, ക്ലാസ്സിലെ ജീനിയസ് ഞാനാണെന്ന്. ഓ, ജീനിയസ് ആയതുകൊണ്ടായിരിക്കും എപ്പോഴും ലാസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നത്. എന്റെ പൊന്നുമോൾക്ക് ഫ്രണ്ടിക്ക് വരാൻ താല്പര്യമല്ലല്ലോ. ലച്ചു മോളെ കണ്ട് പഠിക്കടേ, എല്ലാത്തിലും ഫസ്റ്റ് അവള്. എന്റെ ലച്ചു എപ്പോഴും ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത്. അവൾക്ക് മുന്നിൽ ജയിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ കാർത്തുട്ടി എന്നെക്കാട്ടും മുന്നേറി പോണെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണ ചെയ്യുന്നത്, അത് കരുത്ത് കൂട്ടി അമ്മയ്ക്ക് ഇട്ട് കൊടുക്കണം. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അമ്മായി, അച്ഛനാ വരുന്നത്. അയ്യോ അമ്മേ, മാമ വരുമ്പോഴേക്കും കയ്യിലും കഴുത്തില് കൂര്. എല്ലാം ഒരിട്ട് ആ ബാഗിലേക്ക് അങ്ങ് വെച്ചേക്ക്. എനിക്ക് കാശിന് ആവശ്യമുണ്ട്. ഇവിടെ കാശ് ഇരിപ്പുണ്ടോടി? ഇവിടെ എന്തിരിക്കാനേട്ടാ, ഒരു പൈസ ഇരിക്കുന്നില്ല. ഇല്ലെന്നോ? ഞാനൊന്ന് തപ്പി നോക്കട്ടെ. ഉണ്ടെങ്കിൽ നിനക്കൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. ചേട്ടാ വേണ്ട ചേട്ടാ, ആ പൈസ എടുക്കല്ലേ. കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി വെച്ചതാ, അവരെ പഠിപ്പിനും. പിന്നെ ഇവിടെ കുറച്ച് അരി മേടിക്കണമെങ്കിൽ ആ കാശുള്ളൂ. അച്ഛാ, എനിക്ക് കീർത്തനം ഫീസ് അടയ്ക്കാനുള്ളതാ. നീയൊക്കെ ഡിഗ്രി മേടിച്ചിട്ട് എന്തിനാ? വല്ലവന്റെ അടുക്കളയിൽ പോയി പാത്രം കഴുകാനല്ലേ? എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിട്ട് ഈ ബാധ്യതയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടത്. ചേട്ടാ, പൈസ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാ. അത് എടുക്കല്ലേ ചേട്ടാ, പിള്ളേരെ സ്കോളർഷിപ്പിന്റെ പൈസ. ദൈവത്തോടത്ത് എടുക്കല്ലേ. കിടന്ന് ചെലക്കാതിരി പെങ്ങളെ, പൈസ കുറച്ച് നീ വെച്ചോ. നിന്റെ മോളുടെ എന്റെ മോളുടെ പൈസ എനിക്കും കൂടി അവകാശമുള്ളതല്ലേ? ഞാൻ എങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ മോള് ലക്ഷ്യന് വേണ്ടി ഞാൻ ഒരു ആലോചന കൊണ്ടുവരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് നടത്തണം. പഠിപ്പ് അതെന്നും പറഞ്ഞ് അവിടെ ഇവിടെ തെടി നടക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? കരയില്ല മക്കളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എങ്ങനെങ്കിലും അമ്മായി പൈസ ഉണ്ടാക്കാം. അമ്മായി, അച്ഛൻ എന്താ ഇങ്ങനെ? പെങ്ങളെന്ന സ്നേഹം അമ്മായിയോടും മോളെന്ന സ്നേഹം എന്നോടും ഇല്ല. എന്റെ ഏട്ടൻ പണത്തിനെ മാത്രം സ്നേഹിക്കുന്നവളെ മോളെ ലച്ചു. നിനക്കറിയോ, ഇവൾ എന്റെ വയറ്റിൽ 8 മാസം ഉള്ളപ്പോഴാ ഇവൾ അച്ഛന്റെ മരണം. സ്വന്തം ഭർത്താവ് പോയി നിറവേറുമായിട്ട് നിൽക്കുന്ന എന്നെ കണ്ട് എന്റെ ഏട്ടൻ പറഞ്ഞ് വീട്ടിലേക്കൊന്നും വരരുത്, നിന്നെ നോക്കാൻ എനിക്ക് കഴിയില്ലെന്നാ. പക്ഷെ എന്റെ ഏട്ടത്തിയ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്റെ പൊന്നു പോലെ അവരെ നോക്കിയത്. അവരുടെ വയറ്റില് നീ ഉണ്ടായിരുന്നു. നിറവയറും വെച്ച് അവരെനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്നെ സന്തോഷിപ്പിച്ചു. ഒരു പരിഭവോ ദുഃഖമോ അവരെന്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അവരെ സന്തോഷിപ്പിക്കാൻ, അവരെ ഒന്നും നോക്കാൻ എന്റെ ഏട്ടന് നേരം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രസവം ഒരു ദിവസമായിരുന്നു. ഏട്ടത്തെ നോക്കി അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ ഏട്ടത്തി എന്നെ വിട്ടുപോയി. ആ നിമിഷം തന്നെ എന്റെ ജീവൻ ഒടുക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ നിങ്ങൾ 2 കുരുന്നുകളെ എന്റെ കൺമുന്നിൽ കണ്ടപ്പോ അതിന് കഴിഞ്ഞില്ല. എന്റെ കുട്ടികളെ, നമ്മുടെ യോഗം ഇങ്ങനെയായല്ലോ അമ്മായി. എനിക്ക് അമ്മയില്ല. അച്ഛന്റെ സ്നേഹം എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചു, അതും എനിക്ക് കിട്ടുന്നില്ലല്ലോ അമ്മായി. നിന്റെ അച്ഛനോട് പോവാൻ പറയേണ്ട കുട്ടിയെ. ലച്ചുട്ടിക്ക് വേണ്ടി ഈ അമ്മായി ഇല്ലേ, അതുപോലെ ഈ കുട്ടിക്കുറുമ്പ് കാത്തൂല്ലേ കൂടെ. മോള് കരയാതെ. 2 പേരിങ്ങനെ മാറി മാറി കരഞ്ഞോണ്ടിരുന്നോളൂ കേട്ടോ. വരാൻ പോകുന്ന ദുരന്തത്തെ എങ്ങനെ നേരിടും? ലച്ചുന്റെ കല്യാണാന്നാ അമ്മാവൻ പറഞ്ഞിട്ട് പോയത്. അമ്മാവൻ ഏത് കുടിയനെ ഇവൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നാവോ. മിണ്ടാരിക്കടി കൊച്ചേ, ആവശ്യമില്ലാത്തൊന്നും പറയാതെ.
എന്റെ കുട്ടി രാജകുമാരിക്ക് ഒരു രാജകുമാരൻ തന്നെ വരനായിട്ട് വരാൻ പോകുന്നത്. നീ നോക്കി. രാജകുമാരന്റെ കഥയൊക്കെ കഥകളിൽ മാത്രമേ ഉണ്ടാവൂ അമ്മായി. അല്ലാതെ പിന്നെ ഈ ചട്ടക്കുടലിലേക്ക് 4 കിലോ അരിയാ 1 കിലോ അരിയായിട്ട് ഏതെങ്കിലും രാജകുമാരൻ കയറി വരുമോ? വരും, രാജകുമാരി തന്നെ വരും. എന്റെ ഈ 2 മക്കൾക്ക് എന്തു കുറവാണത്? കുടിയിൽ താമസിക്കുന്നതല്ലേ ഉള്ളൂ. കാത്തിരുന്നു നിങ്ങളെ സംരക്ഷിക്കാനും ആർക്കും വിട്ടുകൊടുക്കാതെ പൊന്നു പോലെ നിങ്ങളെ സ്നേഹിക്കാനും വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച രാജകുമാരന്മാര് നിങ്ങളെ തേടി വന്നിരിക്കും. അജയിന് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇവിടെ മാറണം, അജയിന് നീതി ലഭിക്കണം. എന്താ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്? അജയ്ക്ക് ചെറിയൊരു കാര്യമല്ലേ സംഭവിച്ചു, അതിന് ഇത്രയും ബഹളം എന്തിനാ? വഴി മാറി നിൽക്കടാ, ഇവിടെ മാറി നിൽക്ക. ദാമു, മിഥുൻ എവിടെ? എന്താ ശരിക്കും ഇവിടെ സംഭവിച്ചത്? മിഥുൻ സാർ പ്രിൻസിപ്പലിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അജയ്, എലിഷിന് തോറ്റിരുന്ന് നീ ഞങ്ങളുടെ മെക്കിട്ട് കയറരുത്. ഞങ്ങൾ മാത്രമല്ല നിനക്ക് വോട്ട് ചെയ്യാതിരുന്നത്, ഒരുപാട് പേര് ചെയ്യാതിരുന്നത്. മോളെ കാർത്തികേ, നമ്മളൊക്കെ ഒരേ ക്ലാസ്സിലല്ലേടി പഠിക്കുന്നേ. എന്നിട്ടും എനിക്ക് വോട്ട് ചെയ്ത കണ്ടവർ വോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വെറുതെ വിടുന്നു വിചാരിച്ചോ? തോറ്റാണെങ്കിൽ അംഗീകരിക്കാനുള്ളൊരു കഴിവ് വേണം, അത് നിനക്കില്ല. അതുകൊണ്ടല്ലേ അരുൺ നിന്റെ കയ്യിലും കാലൊക്കെ തല്ലിയടിച്ചെന്ന് കള്ളം പറഞ്ഞ പിള്ളേരെ കൊണ്ട് നീ സമരം നടത്തിക്കുന്നത്? നാണല്ലോ നിനക്ക് വോട്ട് ചെയ്യാതിരുന്ന നന്നായി പോയിന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. ഏയ് അജയ്, എന്തായി ചെയ്യുന്നത്? എന്റെ കയ്യൊന്ന് വിടുന്നുണ്ടോ? എടാ വിടാൻ. അജയ്, കയ്യൊന്ന് വിട്. വീട്ടിലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? എന്റെ മുന്നിട്ടൊന്ന് ചലിക്കുന്നു. പെമ്പിള്ളേരെ കയ്യിൽ കയറി പിടിക്കുന്നതോ നായി. നീ കൊള്ളലോടാ അജയ്. നിനക്ക് വേണ്ടിയിട്ടാ പിള്ളേരവിടെ നിന്ന് അടിയും കൊണ്ട് വായിട്ട് അലച്ചോണ്ടിരിക്കുന്നത്. നീ ഇവിടെ നിന്ന് നിന്റെ ഉശിര് പെമ്പിള്ളേരെ നേരെ കാണിക്കുന്നോടാ. നിനക്ക് ഉശിരുണ്ടെങ്കിൽ അത് എന്റെ നേരെ കാണിക്കടാ. എന്റെ ഉശിര് തന്റെ അടുത്ത് കാണിക്കാനും എനിക്ക് പേടിയൊന്നുമില്ലടോ. ഞാൻ അവരുടെ അടുത്തൊന്നും പോയി പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് വേണ്ടി അടി ഉണ്ടാക്കാൻ അടി കൊള്ളാനും. അവന്മാര് പോയി കൊള്ളുന്നതിനെ ഞാൻ എന്തോ വേണമെന്നാ ഞാൻ പറയുന്നേ. കൊടുക്ക് സാർ, അവന്റെ 3 കിട്ട് കൊടുക്ക്. കാർത്തുട്ടി, ഒന്ന് മിണ്ടാതിരിയടി. ഇതായിരിക്കോ അമ്മായി പറഞ്ഞ രാജകുമാരൻ? ഇവിടെ പോടാ, വണ്ടി കയറടാ. സാർ, എന്താ പറ്റിയത്? അടിയാണെന്നോ പിടിയാണെന്നൊക്കെ പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ സാർ. അവൻ കയറി പിടിച്ചപ്പോ അവനായിട്ട് 2 കൊടുത്തന്നേ ഉള്ളൂ. താനിത് എവിടെയായിരുന്നു മിഥുൻ? സോറി സാർ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ പ്രിൻസിപ്പലായിട്ട് അജയുടെ കാര്യം സംസാരിക്കായിരുന്നു. അവന്റെ കാര്യം നീ പ്രത്യേകിച്ചൊന്നും സംസാരിക്കണ്ട, അവനാ വണ്ടിയിൽ ഇരിപ്പുള്ളത്. ഓ സാർ, അവനെയാണ് ബുക്ക് ചെയ്തത്? ആ, അവൻ തന്നെ. പിള്ളേരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ആരെയും പേടിക്കണ്ട, ഞാൻ അവിടുത്തെ ഇൻസ്പെക്ടർ. ഞങ്ങൾക്ക് പരാതി ഉണ്ട് സാർ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോളാം. സാറിന് കല്യാണം കഴിഞ്ഞതോ? ഇല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാവോ? What nonsense are you talking? Are you out of mind? തനിക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ വന്ന് പറയും. മിഥുൻ, വന്ന് വണ്ടി കയറ്. അയ്യോ, 2 പേരൊന്നും വിചാരിക്കരുത് കേട്ടോ. സാറിന് പെൺകുട്ടികളോട് എത്ര താല്പര്യമില്ല. അയ്യോ, അപ്പൊ ആൺകുട്ടികളോട്? അയ്യോ, അതല്ല ഉദ്ദേശിച്ചത്. സാറിന് കേസ് തെളിയിക്കുക, ക്രിമിനലിനെ പിടിക്കുക, അത് മാത്രമേ മൈൻഡിട്ടുള്ളൂ. ഞാനും സിംഗിളാണ്. തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ. ഏയ് നോ. രാജകുമാരൻ നോക്കിയപ്പോ സിപ്പായി വന്ന് സമ്മതം മൂളിയ എങ്ങനെയാ ശരിയാവുന്നത്? സാറ് ചെന്നാട്ടെ, ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം. അയ്യോ മിഥുൻ, താൻ വന്ന് വണ്ടി കയറുന്നുണ്ടോ? എന്താ വരുന്നത് സാർ? പിന്നെ കാണാം. എന്തിനു കാണണം? എനിക്ക് അങ്ങേര് കാണുന്നു വേണ്ട, കീർത്തു അങ്ങേര് കേക്കും. കേട്ടാലിപ്പ എന്താ? നീ ഇൻസ്പെക്ടർ എന്തൊക്കെ വിളിച്ച് പറഞ്ഞു ലച്ചു? ആലോചിച്ചിട്ടാണോ? അങ്ങേര് നമ്മുടെ നേരം എന്തൊക്കെ ചെയ്യാൻ വരുന്നാവോ? അങ്ങനെങ്ങാനും വന്ന നേരിടാനുള്ള കഴിവ് പോലും നമുക്കില്ല. തന്നെ എല്ലാവരും അടിച്ചു പഠിപ്പിച്ചേക്കും. ഒരെണ്ണത്തിനെ പോലും ഇവിടെ കാണരുത്. ഓക്കെ സാർ, സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് കോളേജിൽ പകുതി പിള്ളേരും സമരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മെക്കിട്ട് ഇങ്ങോട്ട് കയറാൻ വരിക ആ അജയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അങ്ങ് കയറി ചെന്നൊക്കെ ഇതിന് തള്ളി മാറ്റി അങ്ങോട്ട് അജയുടെ അടുത്തേക്ക് എത്തി.
അപ്പൊ അവനോ ഒരു പെങ്കൊച്ചിന്റെ കൈ പിടിച്ച് വലിച്ച് ആ കൊച്ചിനോട് തട്ടിക്കയറുന്നു. എനിക്ക് ഇങ്ങോട്ട് ദേഷ്യം വന്നില്ലേ, ഞാൻ ഓടിച്ചെന്ന് ഒരു ഒറ്റ ചവിട്ടം അവന്റെ നെഞ്ഞത്ത് നോക്കിയിട്ട്. സാർ ഞാനവിടെ നടന്ന കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നടന്ന കഥ ഓക്കെ കണ്ടിന്യൂ. അജയൻ അന്വേഷിച്ച് ആരെങ്കിലും വന്നാ എന്റെ ക്യാബിലേക്ക് വിട്ടാൽ മതി. ഓക്കെ സാർ. കള്ളം പറഞ്ഞു കേട്ടിട്ട് സാറൊന്നും പറഞ്ഞില്ല. US സാറിന്റെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാൻ നോക്കിയതാ മിഥുൻ സാറ്. ആ കള്ളൊക്കെ കേട്ടിരുന്ന ഒരു പൊട്ടിയായി നീ. സാറില്ല ചിത്ര, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലത്തെ അബദ്ധമൊക്കെ പറ്റും. താനത് കാര്യമാക്കണ്ട. അബദ്ധോ? ഇത് മനഃപൂർവ്വല്ലേ? എന്നോട് വേണ്ടിയിരുന്നില്ല. എപ്പോഴും ഞാൻ സാറ് പറയുന്നത് വിശ്വസിക്കും. എന്താ ചിത്ര അത്? ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇത് ഫസ്റ്റ് ടൈം അല്ലേ? താൻ ഇന്ന് എന്റെ വേറൊരു സ്റ്റോറി കേക്ക്. സോറി സാർ. എന്നാ സാർ വേറെ കഥ പറയൂ, ഞാൻ കേട്ടോളാം. എനിക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിച്ചൂടെ ചിത്ര നിനക്ക്? ഇങ്ങേര് സോറി സാർ, മിഥുൻ സാർ പറയുന്നത് കള്ള. അതൊക്കെ വെള്ളം വീടും തൊടാതെ വിടുങ്ങുന്ന ഇനി എന്ത് വേണം? സാർ എന്തിനാ സാർ ഇതിന്റെ അടുത്ത് ഇങ്ങനെ കള്ളം പറയുന്നേ? ഇതിന് ബുദ്ധിക്ക് കുറവുണ്ടെന്ന് അറിഞ്ഞൂടെ? അരുൺ സാർ പറഞ്ഞു വരുന്നത് എനിക്ക് ബുദ്ധിയില്ലെന്നാണോ? സാറിനറിയോ, 1 തൊട്ട് 2 ക്ലാസ് വരെ ഞാൻ നല്ല ഫസ്റ്റ് റാങ്ക് മേടിച്ചിരുന്ന കുട്ടിയോ. എനിക്ക് ബുദ്ധിക്കൊന്നും കുറവില്ല. 1 തൊട്ട് 2 വരെയോ? അപ്പൊ ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ എത്രയായിരുന്നു ചിത്ര മാർക്ക്? 2 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, അതിന്റെ മാർക്കല്ലേ പറയാൻ പറ്റൂ? പിടിച്ചു വരുത്തി അപമാനിക്കുന്നല്ലേ? എനിക്ക് 2ാം ക്ലാസ്സിന് ശേഷം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. സാറിന് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. സാർ ഇവിടുത്തെ ASI ഒക്കെ ആയിരിക്കും, ഞാൻ സാധാ കോൺസെപ്റ്റിലായിരിക്കും. പക്ഷെ എനിക്ക് എന്റേതായ വിലയുണ്ട്. എന്നെ അങ്ങനെ അടിച്ചു താത്ത നിൽക്കരുത്. ഇപ്പൊ യുവ സാറുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. പിന്നെ എടുത്തോളാം സാറേ ഞാൻ സാറിനെ. ആയിക്കോട്ടെ ചിത്ര, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ചിത്രയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഐ എം വെയിറ്റിംഗ് ഫോർ യു. എന്റെ മോൻ ആരാടാ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇറക്കി വിടണവനെ. ഏതാടോ തന്റെ മോൻ? ഒന്നാമത് താൻ ആരാ? എന്റെ മോൻ അജയൻ എന്തിനാ കൊണ്ടുവന്നത്? അജയ് കൃഷ്ണ, ഈ കൃഷ്ണദാസിന്റെ മോനവൻ. ഞാൻ ആരാന്നറിയോ നിനക്ക്? പോലീസിൽ പിടിക്കുന്ന റാസ്ക്. നീ ആരാടാ? നീ ആരായാലും നിന്റെ അധികാരം നിന്റെ വീട്ടിൽ നിന്റെ മറ്റടുത്ത് കാണിച്ചാൽ മതി. അതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കാൻ വരരുത്. കോളേജിൽ കൈ പിടിച്ച കൈയിനോണ്ടിരിക്കും. ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാണോടാ എന്റെ നെയ്യത്ത് കയറി കൈ വെച്ചത്? നിന്റെ നാളത്തെ സൂര്യോദയം ഞാൻ കാണിക്കില്ല. സൂര്യോദയം കാണുന്നത് ഞങ്ങൾക്ക് നിർബന്ധമില്ലടാ. നീ ഇവിടുന്ന് അങ്ങോട്ടേ കൂട്ടുകാരത്തെ തന്നെ പിടിച്ച് അകത്തിടാൻ വേണ്ടത്. തന്റെ മോൻ ചെയ്ത തെറ്റിന് അവൻ അകത്ത് കിടക്കുന്നത്. കൃഷ്ണദാസ് സാർ ഇവിടെ കിടന്ന് അധികം ചലച്ചാലേ ബാക്കിയുള്ള ഇവിടുത്തെ പെൻഡിങ് കേസൊക്കെ അവന്റെ തലയിട്ടിട്ടി ഒരിക്കലും പുറത്തു വരാത്ത രീതിയിലാക്കി തീർക്കും ഞാൻ അവനെ. കൃഷ്ണദാസ് സാറെ നിനക്കൊക്കെ കാണിച്ചു തരാം. കൃഷ്ണദാസ് സാറിന് പുറത്തു പോയിട്ട് വേണ്ടി കാത്തിരിക്കാൻ. പോലീസ് സ്റ്റേഷനിൽ കയറി സബ് ഇൻസ്പെക്ടറെ ആക്രമിച്ച കേസിൽ അങ്ങ് അകത്തേക്ക് പോവല്ലേ സാറേ? സാറിന്റെ ഇച്ചിൽ ചെന്നിരിക്കുന്ന ഒരുപാട് നായ്ക്കൾ പാർട്ടിയിലും പുറത്തൊക്കെ ഉണ്ടാവും. അവരെ ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ അങ്ങനെ നോക്കുന്നവരല്ല. പിടിച്ചകത്തുറോയിന്. 2 പേരോടും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, കോളേജിലായാലും എവിടെയെങ്കിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നവരൊക്കെ വലിയ ആൾക്കാരുടെ മക്കളാ. നമുക്കൊന്നും അവരുടെ ഒപ്പം പോലും നിൽക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരും? നമ്മളെ രക്ഷിക്കാനോ? പോലീസ് വരില്ലേ? ഇവിടെ പുതിയ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഈ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, ആ പുതിയ ഇൻസ്പെക്ടർ അടുത്ത് വിളി ചോദിക്കുവാനേ ഇവിടെ കേട്ടാവൂന്ന്. അങ്ങേര് വല്ല കള്ളക്കേസും കുടിക്ക് ഇവിടെ അപ്പൊ തന്നെ പോക്കാൻ ഞാൻ നന്നായി. എന്റെ കൃഷ്ണ, എന്റെ ലക്ഷ്യം അങ്ങനെ ചോദിച്ചത് ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ കൂടിയിട്ടായിരിക്കും. എന്താ മോളെ ഇത്? അമ്മ ഒരുമാതിരി വർത്താനം പറയരുത്. ഞാൻ എന്താ തെറ്റുകൾ മാത്രം പ്രൊഡക്റ്റ് ചെയ്യാനിരിക്കുന്ന വല്ല വസ്തു? അമ്മ എല്ലാത്തിനും എന്നെന്തിനാ കുറ്റം പറയുന്നത്? ചെയ്യാത്തനും ചെയ്തതിനൊക്കെ ഞാൻ കേൾക്കണം. അമ്മായിയല്ലേ പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ ഒരു രാജകുമാരൻ വരുന്നു. ആ ആളെ കാണാൻ ശരിക്കും രാജകുമാരനെ പോലെയുണ്ട്. എന്നെ അജയിൽ നിന്ന് ആളല്ലേ രക്ഷിച്ചത്? അദ്ദേഹം മോളെ അജയിൽ നിന്ന് രക്ഷിച്ചു കാണും. അതും പറഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെ ശല്യപ്പെടുത്താവോ? പിന്നെ എത്ര വെച്ചിട്ടാ പുറത്ത് കാണുന്ന പോലെ ആയിരിക്കില്ല ഉള്ളിലുള്ള സ്വഭാവം എല്ലാവരുടെയും. മോൾ ഇനി ആളെത്ത് കണ്ട സംസാരിക്കാൻ അങ്ങനെ പോവണ്ട. ഓരോ പ്രശ്നങ്ങൾ വരുത്തി വെക്കില്ല എൻ്റെ കുട്ടിയോളെ. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനെടുക്കാം.
സാർ സാർ എന്താ മിഥുൻ, എന്താ പറ്റി? കാര്യം പറയൂ, എന്താ? ആ കോട്ടയുടെ നൈറ്റ് ക്ലബില്ലേ, അവിടെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി സാർ. ആദ്യമായിട്ടല്ലല്ലോ മിഥുൻ ഇതുപോലെയൊക്കെ കേൾക്കുന്നത്. റിലാക്സ്, നമുക്ക് അവിടെ വരെ പോവാം. ഫോറൻസിക് പറഞ്ഞു. ഫോറൻസിക് പറഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ, കമോൺ. സാറിന് നേരെ കല്യാണ പ്രപ്പോസൽ നടത്തിയ പെങ്കുച്ചല്ലേ അത്? എന്താ കുട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അജയനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ സാറല്ലേ വരാൻ പറഞ്ഞത്. ഓക്കെ ചിത്ര, ഈ കുട്ടിയുടെ ഒന്ന് പരാതി ഇത് മേടിച്ചോളൂ. അയ്യോ, എനിക്ക് സാറിന്റെ അടുത്ത് പരാതി പറയുന്ന കംഫർട്ടബിൾ. തന്റെ പരാതിയുടെ മീതാൽ അന്വേഷണം നടത്തിയപ്പോലെ അത് ആരുടെ കൊടുത്താൽ എന്താ? ചിത്ര, ഹാൻഡ്ലൈറ്റ്, അരുൺ, മിഥുൻ, കമോൺ ലെറ്റ്സ് ഗോ. മോഡേൺ. ഏയ് കുട്ടി, താൻ എന്താ നോക്കി നിൽക്കുന്നേ? വന്ന് പരാതി എഴുതിത്താടോ. താവാ. മേഡം, നിങ്ങളുടെ സാറിന് ചിരിക്കാൻ അറിഞ്ഞൂടെ? സാറ് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. താൻ പരാതി പറയും. മേഡം, സാറിന് ശരിക്കും പ്രായക്കൂടുതലുണ്ടോ? എനിക്ക് കണ്ടിട്ട് തോന്നാത്താണോ? സാറിന്റെ ഏജ് എത്രയാ? സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സാർ എത്ര വരെ പഠിച്ചു? കുട്ടിയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാണോ അതോ യുവ സാറിന്റെ ബയോഡാറ്റ അന്വേഷിക്കാനോ? സോറി മേഡം, പരാതി പറയാൻ വേണ്ടി വന്നത് തന്നെയാ. എന്റെ പേര് ലച്ചു. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ബികോം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. മർദ്ദ തടഞ്ഞ ലുക്കൊന്നും ഇല്ലല്ലോ. മിഥുൻ, എല്ലാ ഡോറും അടച്ചിട്ട് ഒറ്റെണ്ണം പുറത്തു പോകരുത്. അപ്പൊ ആട്ടങ്ങ് ഓഫ് ചെയ്യും. എവിടെയാ ബോഡി കിടക്കുന്നത്? സാർ, ലോക്കറിന് എവിടെയാ ബോഡി കിടക്കുന്നത്? നമുക്ക് അങ്ങോട്ട് പോവാം. നിൽക്കും മിഥുൻ, ആരെങ്കിലും ഉണ്ടെങ്കിലോ? ഞാൻ പോയി നോക്കാം. സാർ, സൂക്ഷിച്ചൊക്കെ പോണേ. അയ്യോ, ഡെഡ് ബോഡി. സ്റ്റോപ്പ് ഇറ്റ് അരുൺ. ആ ഡെഡ് ബോഡിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. നമ്മൾ ഈ ഡെഡ് ബോഡി കാണാൻ തന്നെ വന്നിരിക്കുന്നത്. സോറി സർ, ഡെഡ് ബോഡി കണ്ട് അത്ര പരിചയമില്ല. ഞാൻ പരിചയപ്പെട്ടോളാം. ബോത്ത് ഓഫ് യു കീപ് ക്വൈറ്റ്. കിഷോർ, തനിക്ക് കണ്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? യുവ, ഇപ്പൊ കത്തിയോണ്ടുള്ള കുത്ത് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ ഡ്രഗ്സ്, അത് മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ? കിഷോർ, എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് എന്നിൽ എത്തിക്കാൻ നോക്കണം. വൈകരുത് കേട്ടോ. ഓക്കെ യുവ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തീർക്കാം. കിഷോർ സർ, സീനിയർ സാർ അന്വേഷിക്കുന്നുണ്ട്. രോഹിത്, ഞാൻ ഇപ്പൊ തന്നെ വരാം. താൻ അടിച്ചല്ലേ? അപ്പോ ശരി യുവ, ഞാനെല്ലാം വേണ്ടാനും ചെയ്യാം. എന്താ രോഹിത്, റേംബാക്കാണോ? അല്ല, നമ്മളിനി സീനിയർ അടുത്ത് പോയി ഇനി പിന്നെ പോസ്റ്റ്മോർട്ടം ബോഡി, അതുകൊണ്ട് ഞാൻ സ്ലോ മോഷൻ ചെയ്ത ആറ്റിറ്റ്യൂഡ് കാണിക്കാനേ ഞാനാ മെയിൻ സർജൻ, നീ അസിസ്റ്റന്റാ. ഇതുപോലത്തെ കോപ്പറായൊന്നും ഇനി വേണ്ട എന്റെ മുന്നിൽ. അണ്ടർസ്റ്റാൻഡ്? കിഷോർ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രോഹിത് എന്തായാലും തട്ടിയെടുക്കുന്നുണ്ട്. മിഥുൻ സാറിന്റെ പുള്ള അസിസ്റ്റന്റ്മാര് എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെ രണ്ടിടത്ത് ഞാൻ പോലീസിലെടുത്തത് രണ്ട് എന്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ. രണ്ടാളോടും കൂടി പറയാം, ഈ കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മിഥുൻ, ഈ ചെറുക്കന്റെ വീട്ടിൽ പോയി അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. എല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. അരുൺ, ഇവന്റെ കോളേജിൽ പോയി ഇവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും കോളേജിലും ചെറുതായിട്ടൊരു എൻക്വയറി നടത്താം. ഫ്രണ്ട്സിനെ സ്റ്റേഷനിലേക്ക് എത്തിക്കും വേണം എൻക്വയറി ചെയ്യാൻ. യെസ് സാർ. ചിത്ര, രാവിലെ പരാതി തരാമെന്ന കൊച്ചു പോയില്ലേ? ഒന്നും പറയണ്ട സാർ, പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. സാറിന്റെ ഡീറ്റെയിൽ ചോദിക്കുന്ന ആ കുട്ടിക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് പരാതി പറയാനല്ല. ആ അജയൻ അവന്റെ തന്ത ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ പൂട്ടണം. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അവന്റെ തന്തയുടെ ഞങ്ങളിപ്പ്. ചിത്ര, താൻ പരാതി എന്റെ ഇമെയിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ സാർ. എന്തിനാ ലച്ചു നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ആ പോലീസുകാരനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് എന്തിനാ പോയേ? ഞാൻ പരാതി കൊടുക്കാൻ പോയതാ, ആരും കാണാൻ പോയതല്ല. നിന്റെ ഓരോ നീക്കവും എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വേണ്ട ലച്ചുട്ടി, ഓരോ അപകടങ്ങൾ വിളിച്ചു വരുത്തല്ലേ. പ്രശ്നങ്ങൾ വരുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വഴി നോക്കുന്നത്. പേടിയാവുന്നുണ്ട് കാർത്തുട്ടി. അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആള് എങ്ങനെയുള്ള ആളാന്ന് പോലും അറിയില്ല. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു വഴി ഞാൻ കാണുന്നുള്ളൂ. പണവും അധികാരമുള്ളിടത്ത് വിജയമുള്ളൂ. നമുക്കത് രണ്ടുമില്ല. നമ്മുടെ കൂടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തായാലും അച്ഛനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ലക്ഷ്യം, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒന്ന് ആലോചിച്ചോക്ക്. നമ്മളിപ്പോഴുള്ള പ്രശ്നത്തിൽ നിന്നും വലിയൊരു പ്രശ്നത്തിലേക്ക് എടുത്ത് ചാടുന്ന പോലെ ആവരുത്. അയാളുടെ സ്വഭാവം പോലും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അയാൾ ചീത്ത ഒരാളായിരുന്നെങ്കിൽ അന്ന് ഞാൻ അയാളെ എപ്പോഴും ചെയ്തപ്പോൾ തന്നെ അയാൾ എന്നോട് തെറ്റായ രീതിയിൽ പെരുമാറിയെന്ന്.
എനിക്ക് വിശ്വാസം ഉണ്ടായാലും നല്ല ആളാണെന്നുള്ളത്. നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇനി. എന്റെ പൊന്നു സാറേ, മൂത്രം ഒഴിക്കാൻ പോകാൻ പോലും പറ്റിയിട്ടില്ല. എന്നെന്തിനോട് പിടിച്ചിരുത്തിയിരിക്കുന്നു? ഞങ്ങളുടെ ചോദ്യത്തിന് നീ ഇവിടെ തന്നെ മൂത്രം ഒഴിക്കുക. സത്യം പറയടാ, നീ എന്തിനാണ് അലക്സാണ്ടറിനെ കൊന്നത്? എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പറയടാ. മനസ്സാവാച കർമ്മണ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. 10 രൂപ ഞാൻ അവന് കടം കൊടുത്ത് അതൊന്നും തിരിച്ചു വെച്ചതിന് ചെറിയൊരു അടി ഉണ്ടായി. അതിനൊക്കെ ആരെങ്കിലും കൊല്ലോ? മിഥുൻ സാറേ പറഞ്ഞു കേട്ടില്ലേ? 10 ലക്ഷം രൂപയാ. 10 ലക്ഷം എത്ര പോയിട്ടുണ്ടെന്നും കൂടി എനിക്ക് അറിയത്തില്ല. നിതിൻ സാർ അരുൺ സാറും കൂടിയിട്ട് ഈ കേസ് അങ്ങ് ഇവന്റെ തലയിൽ കെട്ടിവെച്ച് വേഗം ഫയൽ അടച്ചു പൂട്ടിക്കാനുള്ള പരിപാടിയാണല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോളാം. യുവ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്. അരവിന്ദ്, സോറി ഫോർ ട്രബിൾ. ഇവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അരവിന്ദും അലക്സാണ്ടറും തമ്മിൽ എത്ര കൊല്ലത്തെ പരിചയമുണ്ട്? സോറി എന്തിനാ പറയണം മാഡം, യു ആർ വെരി ബ്യൂട്ടിഫുൾ. മാഡം ചോദിച്ചാൽ ഞാൻ എന്തിനും ഉത്തരം പറയും. ഞാനവിടെ ചെറുക്ക ഒലിപ്പിക്കാതെടാ. ഇവിടെ ഞാൻ അവളുടെ ബോസ് ആണെങ്കിലേ വീട്ടില് അവൾ എന്റെ ബോസാ. എനിക്ക് മനസ്സിലായില്ല. എടാ, ഞാൻ താലി കെട്ടി എന്റെ ഭാര്യ ഇരിക്കുന്നത്. എന്റെ മുന്നിൽ വെച്ച് തന്നെ ഫ്ലൈറ്റിംഗ് വേണോ? എടാ, അവള് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞു. അയ്യോ സോറി മാഡം, സോറി സർ. അലക്സാണ്ടറും ഞാനും തമ്മിൽ ഹൈസ്കൂളിൽ തൊട്ടുള്ള പരിചയം മാഡം. എല്ലാ പ്രാവശ്യം അലക്സാണ്ടറിന്റെ ഒപ്പം ക്ലബിൽ പോകുന്ന അരവിന്ദ് എന്താ ഇപ്രാവശ്യം പോവാതിരുന്നത്? നീ മനഃപൂർവ്വം പോകാതിരുന്നല്ല അരവിന്ദ്. മരണം നടന്ന സ്ഥലത്ത് നീ ഇല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ലൂസ് മോഷൻ ആയിട്ട് ഞാൻ ബാത്റൂമിലായിരുന്നു. ബാത്റൂമിൽ ഇറങ്ങിയിട്ട് വേണ്ടേ ക്ലബിൽ പോവാൻ. അരവിന്ദ്, നീ കള്ളം പറയരുത്. വീടിനുള്ളിൽ ബാത്റൂമിൽ നീ ഉണ്ടായിരുന്ന തെളിവെവിടെ? ബാത്റൂമിൽ പോകുന്നൊക്കെ തെളിവായിട്ട് ഞാൻ സാറേ, വീട്ടിൽ ബാത്റൂമിൽ ക്യാമറയില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തന്നെ. അയ്യേ, ആ തെളിവൊന്നും നീ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. ഞാൻ വിശ്വസിച്ചു. അയ്യോ മിഥുൻ സാർ, അരുൺ സാർ ഒന്ന് പുറത്തു പോവോ? ഇതൊരു മർഡർ കേസാ. ഇതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഈ തമാശ കളിക്കാതെ ആ ചെറുക്കിനെ വെച്ച് ഫണ്ട് ചെയ്യാതെ ഒന്ന് പോകുന്നുണ്ടോ? ഓക്കെ ചിത്ര, ഐ എം സീരിയസ്. അരവിന്ദ്, താൻ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്നതിന് ആലോചിച്ച് മറുപടി പറയണം. താൻ പറയുന്ന ഏതെങ്കിലും ഒരു ക്ലൂ എന്നായിരിക്കും നമുക്ക് അലക്സാണ്ടറിന്റെ കൊലയിലേക്ക് എത്താനുള്ള ഒരു വഴിത്തിരിവാവുന്നത്. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സാറിന് പറഞ്ഞു തരാം. എന്റെ അലക്സാണ്ടറിന്റെ കൊലയാളെ കണ്ടുപിടിച്ചാൽ മതി. അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു സാർ. അരവിന്ദ്, അലക്സാണ്ടർ മയക്കുമരുന്നിന് അടിമയായിരുന്നു അല്ലേ? അയ്യോ, ആര് പറഞ്ഞു സാർ? അവൻ ഡ്രിങ്ക്സ് പോലും കഴിക്കത്തില്ല. പിന്നെ മയക്കുമരുന്ന്, ആകെ ജ്യൂസ് മാത്രമേ കുടിക്കത്തുള്ളൂ. അലക്സാണ്ടർ മരിച്ചെന്ന് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അരവിന്ദ് കള്ളം പറയണോ ഞങ്ങളുടെ അടുത്ത്? അയ്യോ ഇല്ല സാർ, അവനൊരു അമ്മാഞ്ചായിരുന്നു. ഒരു പഞ്ചപാവ, ഒരു പൂർ വെജിറ്റേറിയൻ. ക്രിസ്ത്യാനാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൂടി അവനൊരു ദുശയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവന് ഇഷ്ടമായിരുന്നു. അതിന്റെ പിറകെ നടക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അലക്സാണ്ടറിന്റെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ വഴിയോ അല്ലെങ്കിൽ കോളേജിൽ തന്നെ എന്തെങ്കിലും ശത്രുതയോ? ഇല്ല സാർ, അവൻ ആ കൂടി എൻ്റെ അടുത്ത് മാത്രമേ അടി കൂടത്തുള്ളൂ. ആ പെൺകുച്ചിന്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ല. കൊച്ചിനൊന്നും അറിയില്ല അവന് ഇഷ്ടമാണെന്നുള്ളത്. അവന് അറിയാതെയാ ആ കൊച്ചിന്റെ പിന്നന്നെ നടന്നിരുന്നത്. പക്ഷെ 2 മാസമായിട്ട് ആ കുട്ടി ഇപ്പൊ കോളേജിൽ വരുന്നില്ല. അതുകൊണ്ട് അവൻ ഭയങ്കര സേഡായിരുന്നു. ആ കുട്ടി എന്താ കോളേജിൽ വരാത്തെന്ന് അറിയോ? അലക്സാണ്ടറിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ ആ കുട്ടിയെ കാണാതായതിനു ശേഷം? ഉണ്ടായിരുന്നു മാഡം. ഒരാഴ്ച അവൻ ആകെ വിഷമത്തിലായിരുന്നു. പക്ഷെ അതിനുശേഷം അവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോൺ കോൾ വരും. ഞാൻ പോലും അറിയാതെ പോയി സംസാരിക്കും. അത് കഴിഞ്ഞ് ക്ലാസ് കട്ടടിച്ച് പോക്കും. എന്താ കാര്യം അവരുടെ അടുത്ത് ചോദിച്ചപ്പോ ലതികയുമായിട്ടുള്ള മേട്ടറാണെന്ന് മാത്രമേ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അരവിന്ദ്, ലതിക ആരാണ്? അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേരാ ലതിക. അലക്സാണ്ടറിന്റെ കോളുകൾ വന്നിരുന്നത് ഏത് നമ്പർ എന്നാണെന്നറിയോ? ഇല്ല സാർ, അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു അരവിന്ദ്. ഞങ്ങൾ എപ്പോൾ വിളിക്കുകയാണെങ്കിലും അരവിന്ദ് വരണം. അരവിന്ദിന് അഥവാ അലക്സാണ്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ, എന്തെങ്കിലും ഇപ്പൊ പറയാൻ വിട്ടത് ഓർമ്മ വരികയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതിനെന്താ അറിയിക്കാലോ സാർ. മാഡം നമ്പർ തരൂ. എന്തിനാ മോനെ അരവിന്ദ് നിനക്ക് മേഡത്തിന്റെ നമ്പർ? വിവരം അറിയിക്കണ്ടേ, അതിനു വേണ്ടി. നിനക്ക് പ്രത്യേകിച്ച് ഓർമ്മ എന്തെങ്കിലും വന്ന് വിവരം അറിയിക്കണമെങ്കിൽ ഞങ്ങളേലും ഉണ്ടോ നമ്പർ, ഞങ്ങളെ വിളിച്ചാലും മതി. മോൻ അധികം നമ്പർ ഇവിടെ ഇറക്കരുത് കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പെങ്ങളെ, മാഡം പെങ്ങളെ, ഞാനെന്നാ പോട്ടെ. ശരി. യുവ സാർ, എന്ത് തോന്നുന്നു? ജനുവനാണ്. അപ്പഴേ എന്നാലും വിശ്വസിക്കാൻ കഴിയില്ല. അവരുടെ പിറകെ നമ്മുടെ കണ്ണു വേണം. എവിടെ പോകുന്നു, ആരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ
സാർ, ഈ ലതിക എന്ന് പറഞ്ഞ ക്യാരറ്റ് ലതികയെ കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി നോക്കണം. ചിത്രയും അരുണും കൂടി ആ കുട്ടിയുടെ ഡീറ്റെയിൽസും അതിനെ കോണ്ടാക്ട് ചെയ്യും വേണം. മിഥുനും ഞാനും കൂടി കിഷോറിനെ കാണാൻ പോവാ, പോസ്റ്റ്മോർട്ടം റിസൾട്ട് മേടിക്കാം. You don't touch me. Oh. Your face is covered in blood, sir. Huh? Oh, I don't care. നീയൊക്കെ ചെയ്ത പഴിയാ ഞാൻ ഈ ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞോ, അത് മര്യാദയ്ക്ക് തീർത്തിട്ട് വരാൻ അറിയണം. We are really sorry, sir. Sorry? Sorry, my fault. Get lost. 1 minute. അലക്സാണ്ടർ മർഡർ കേസ് ആരാ അന്വേഷിക്കുന്ന വെച്ചാൽ അയാളുടെ ഡീറ്റെയിൽ എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? Okay, sir. ഇത് പ്രേതാലയം വല്ലതാണോ? മിഥുൻ പ്ലീസ് വിൽ യു ഷട്ട് അപ്പ്? ആരോ വരുന്നുണ്ട്, ആരോ വരുന്നു. പ്രേതമേ, ഞാൻ പോലീസാ, അടുത്തേക്ക് വരരുത്. അർജുനൻ, പൽഗുനൻ, പാർത്ത്, ഞാൻ കാലേ വീണേക്കാവേ. അർജുനും പൽഗനും പ്രാർത്ഥന നല്ലടാ, കിഷോറാടാ. തെണ്ടി നീയായിരുന്നടാ മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇവിടേക്കൊന്ന് ലേറ്റ് ഇട്ടൂടേ. ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുമ്മ കിട്ടില്ലടാ. എന്റെ കൈ മടക്കി നിന്റെ മുഖത്ത് നല്ല ഗുമ്മെന്ന് കുമ്മിക്കഴിഞ്ഞാൽ നിനക്ക് നല്ല ഗുമ്മ കിട്ടും. സൈക്കോ. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കാർത്തി പിന്നെ ഈ നേരത്തെ ഉണ്ടാവുമെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ ഇപ്പൊ തന്നെ പോകുന്നത്. എന്നാ യുവ നിനക്ക് മാത്രം വന്നാൽ മതിയായിരുന്നല്ലേ, ഈ ബഡായിന് എന്തിനാ കൂട്ടിയിട്ട് വന്നത്? എന്താ ഇവിടെ മാറ്റവും ഒരു വൃത്തികെട്ടം വേണം. മിഥുൻ സാർ അത്തറിന്റെ കമ്പനിയിലേക്കല്ല വന്നിരിക്കുന്നത്, ഫോറൻസിന്റെ ലാബിലേക്കാ. ഡെഡ് ബോഡികളുടെ മണമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ 2 ദിവസമായി കുളിച്ചിട്ട് അതിന്റെ ഇരിക്കും. വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. 1 മിനിറ്റ്, ഞാൻ ആ ഡെഡ് ബോഡി ഒന്ന് മൂടിയിട്ട്, ഇല്ലെങ്കിൽ അത് കണ്ട് ഇനി തന്റെ ബോധം പോണ്ട. അയ്യേ എടാ, നീ കാരണം ഡെഡ് ബോഡിക്ക് ഇടയ്ക്ക് ഇൻഫെക്ഷൻ വരുമല്ലോ. അമ്മാതിരി നാറ്റാ നിന്നീന്ന് അടിക്കുന്നത്. പോയി കുളിക്കടായി. അയ്യേ നാറി, ഇപ്പൊ പല്ലേക്കുന്നേ ഉള്ളൂ. നിന്റെ ഒക്കെ കൂടെ കഴിയുന്ന ഡെഡ് ബോഡിയുടെ അവസ്ഥ എനിക്കൊന്ന് കാണാനും വയ്യ, മണക്കാനും വയ്യേ. കിഷോർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് എന്തെങ്കിലും മിസ്റ്ററി ഉണ്ടോ? റിപ്പോർട്ട് നീ തന്നെ നോക്കിക്കോ യുവ. ദാ, അലക്സാണ്ടർ ബ്രൗൺ ഷുഗർ അടിയിട്ടൊന്നല്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറെ അളവിൽ തന്നെ ബ്രൗൺ ഷുഗർ അകച്ച് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അൺകോൺഷ്യസും അതുപോലെ ഇല്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങും. ആ ടൈമിലാണ് കത്തി കുത്തി ഇറക്കിയിരിക്കുന്നത്. ഇതുപോലൊരു മാറ്റം ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു കോളേജ് സ്റ്റുഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിക്ക്. നിനക്ക് ഓർമ്മയുണ്ടാവോ യുവ? ആതിര വർമ്മ. യാ, ഐ റിമെമ്പർ. സർവീസിൽ കയറി ജയിച്ചുകൊണ്ടിരുന്ന എനിക്ക് തോൽവി നേടിത്തന്ന ഒരൊറ്റ കേസാ അത്. ആതിര വർമ്മയുടെ കൊലക്കേസ്. അതും ഇതുമായിട്ട് സമയമുണ്ടോ? 100% യുവ. അന്ന് ആതിരയ്ക്ക് സംഭവിച്ച അതേ രീതിയിൽ തന്നെ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അതേ പോയിന്റ് തന്നെയാ കത്തി ഇറക്കിയിരിക്കുന്നതോ. രണ്ടും ഒരേ കൊലയാളി തന്നെയാ. അരുൺ, അലക്സാണ്ടറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. ലതികയെ കണക്ട് ചെയ്തിരുന്നോ? ലതികയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല സർ. ആളുടെ ഫാദറാണ് ഫോൺ എടുത്തത്. സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് വിവരം പറയേണ്ടി വന്നു. അപ്പൊ ആള് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞിരുന്നു. ലതിക എടുത്ത് വിവരം പറഞ്ഞാൽ മതിയായിരുന്നല്ലേ? ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചത് സർ ലതികയെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മോളുടെ അറിയാം. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ടാ പറഞ്ഞത്. ഉച്ചയാകുമ്പോൾ അദ്ദേഹം നേരിട്ട് വരാന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അദ്ദേഹം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. യെസ്, കമിങ്. ഗുഡ് മോർണിംഗ് സാർ. സുഖമല്ലേ സാറിന്? താനെന്താ എന്റെ സുഖകരം അന്വേഷിക്കാൻ വന്നതാണോ? അല്ല, ചുമ്മാ ഇവിടേക്ക് വന്നപ്പോ കേറിയതാ. വരുമ്പോഴും പോകുമ്പോഴും കയറി ഇറങ്ങിയത് തന്റെ കൊച്ചിന്റെ ചെറിയച്ഛന്റെ വീടൊന്നല്ല, പോലീസ് സ്റ്റേഷനാ. പെങ്കുച്ചിങ്ങനെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുന്ന അത്ര നന്നൊന്നല്ല. തന്റെ കേസിന്റെ വിവരം അറിയാനിറങ്ങി എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചറിയിച്ചോളാം. താൻ ചെല്ല്. സാറിനുള്ള ഫുഡും കൊണ്ടാ ഞാൻ വന്നത്. ഞാൻ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഞാനായിട്ട് കൊണ്ടുവന്നതാ സാറിന് വേണ്ടി.
താൻ എന്താ എന്റെ ഭാര്യ ഇല്ലെന്നാണോ എനിക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി? കൊച്ചെ, തന്റെ ഇളക്കി ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കരുത്. തന്നെ ഇറങ്ങിപ്പോയേ പോ. നോക്കി നിൽക്കുന്നെന്താ? തനിക്ക് വഴി ഇറങ്ങൂടെ? അരണേ, ഇതിന് പോവാനുള്ള വഴി കാണിച്ചു കൊടുത്തേ. കുട്ടി, ഈ എക്സ്പ്രഷൻ ഇട്ടിട്ടൊന്നും കാര്യമില്ല. അതിവിടെ ഏക്കത്തില്ല. കുട്ടി വരൂ, കുട്ടി വരൂ. സാറേ, കൊച്ചു വരുന്നില്ല. വിളിച്ചോട് പോടോ. ഗെറ്റ് ഔട്ട്. കുട്ടിയുടെ അമ്മ ഇരുന്നുണ്ടോ? എന്നെ കൂടി ചീത്ത കേൾപ്പിക്കല്ലോ. അത് കൊച്ചു മര്യാദയ്ക്ക് വരാൻ. വിജയൻ സാറ് ഭക്ഷണം കഴിക്കുന്നില്ലേ? ടൈം 3 മണിയാവാറായിട്ടോ. ആതിരവർമ്മയുടെ കൊലക്കേസിന്റെ ഫയല് പഠിച്ചു നോക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് സാറിന്. അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡുള്ളൂ. ഒന്ന് രാവിലെ ഇരുന്ന് ഉറക്കം തോന്നുന്നു. അതിന് വിളിച്ചു വല്ലതും കൊടുക്കും. സാർ, ഞാൻ ലതികയുടെ അച്ഛനാണ്, നാരായണൻകുട്ടി. നമസ്കാരം. സാറിനെ കാണാൻ പോവാം. വരൂ. ചിത്ര, ചിത്ര. ഓ സോറി സോറി, ഞാൻ ഉറങ്ങിപ്പോയി. സാർ, ലതികയുടെ ഫാദർ വന്നിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞങ്ങൾക്ക് ലതികയാണ് കണ്ട് സംസാരിക്കേണ്ടിരുന്നത്. ആ കുട്ടീനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്താലും മതിയായിരുന്നു. സാർ ഇവിടെ വരെ വന്നിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ലാത്ത എന്റെ കുട്ടീനെ ഞാൻ എങ്ങനെയാ സാറേ കൊണ്ടുവരിക? ലതികയ്ക്ക് എന്ത് പറ്റി? അറിയില്ല സാറേ, എന്താ സംഭവിച്ചത്? എവിടെയാ എനിക്ക് തെറ്റുപറ്റിയതെന്ന്. സാർ, ലതികയ്ക്ക് എന്താ സംഭവിച്ചത് ശരിക്കും? ഞങ്ങള് അലക്സാണ്ടറിന്റെ കേസുമായിട്ടാ ലതികയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പാവായിരുന്നു അലക്സാണ്ടർമോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടീനെ. എന്റെ സ്വന്തം മോനെ പോലെയാ ഞാൻ കാണുന്നത്. ആ കൊച്ചു പോയിന്റെ സങ്കടം തീരുന്നതിന് മുമ്പ് എന്റെ മോള് എന്നെ വിട്ടു പോയി സാറ്. അവൾ എന്നെ വിട്ടു പോയി. എനിക്കറിയായിരുന്നു നിങ്ങളെ വിളിക്കുമെന്ന്. എന്റെ മോള് കാരണം തന്നെയാ ആ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. നാരായണൻകുട്ടി സാർ, എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അലക്സാണ്ടർ മോന്റെ കാര്യം എന്റെ മോൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ കുട്ടി എന്റെ മോളുടെ പിറകെ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും അന്നത്തെ അവൾ എന്റെ അടുത്ത് പറയും. അവൾക്ക് ഇഷ്ടമായിരുന്നു. അവന്റെ വായിൽ നിന്ന് ഇഷ്ടമാണെന്ന് കേൾക്കാൻ എന്റെ മോൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നും എന്റെ അടുത്ത് ഒരുപാട് സംസാരിക്കും. പക്ഷെ കുറച്ച് നാളുകൾ എന്റെ മോള് എന്നെ നല്ലോണം അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. കുറച്ചു ദിവസം ആരോടൊന്നും മിണ്ടാതെ ഒരു റൂമിനകത്ത് എന്താ എന്റെ കുട്ടിക്ക് പറ്റിയെന്ന് പോലും എനിക്കറിയില്ല. 2-2.5 മാസം ഒരു റൂമിൽ അടച്ചു പൂട്ടി. അവളുടെ കൂട്ടുകാരും ടീച്ചർമാരും ആരും അവളെ അന്വേഷിച്ച് വന്നില്ല. പക്ഷെ അലക്സാണ്ടർ മോൻ വന്നു ഇവരറിയാൻ വേണ്ടിയിട്ട്. അലക്സാണ്ടർ ഇപ്പോൾ ലതികയെ കാണാൻ വന്നിരുന്നല്ലേ സാർ? സാറ് ലതിക എടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചില്ലേ? എന്താ പറ്റിയെന്ന് അറിയാൻ ശ്രമിച്ചില്ല? പിന്നെ ആ കുട്ടിയെ ഡോക്ടറെ കാണിച്ചില്ലേ? അറിയില്ല സാറേ, ഞാൻ ഒരുപാട് ചോദിക്കാൻ ശ്രമിച്ചത് എന്റെ കുട്ടിയുടെ അടുത്ത്. പക്ഷെ എന്നോട് എന്നും വന്ന് കെട്ടിപ്പിടിച്ച് ഓരോ ദിവസത്തെ കാര്യങ്ങളും പറഞ്ഞിരുന്ന എന്റെ കുട്ടി എന്നെ കണ്ട പേടിച്ചോടി ഒരു മുക്കിൽ പോയിരുന്നു കരയും. എന്റെ അടുത്ത് സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല സാറേ. ഞാൻ എത്ര വിഷമിച്ചിരുന്നറിയോ? എന്റെ ആകെ കൂടിയുള്ളൊരു മോള തനിച്ചായി പോയി സാറേ. ഞാൻ ആ സമയത്തൊക്കെ ഡോക്ടറെ കാണിക്കാൻ ഒരുപാട് ശ്രമിച്ചത് എന്റെ കുട്ടീനെ. ഒന്നും നടന്നില്ല. എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയത് അലക്സാണ്ടർ മോൻ വന്നതിന് ശേഷം. മോന എല്ലാത്തിനും എന്റെ കൂടെ നിന്നായിരുന്നു. അവളുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും. അവിടെ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്കൊരു മകനെ പോലെ ആ കുട്ടി. എനിക്ക് വാക്ക് തന്നതാവൻ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കും എന്നുള്ളത്. അതവൻ പാലിക്കുകയും ചെയ്തതാ സാറേ. എന്നോട് വന്ന് പറഞ്ഞിരുന്നു എല്ലാവരും അറിയും എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. എന്റെ മോൾക്ക് എന്റെ ലതികയ്ക്ക് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്ക് സംഭവിക്കില്ലെന്നും അവളിങ്ങനെ ആക്കിയവരും വെറുതെ വിടില്ലെന്നും പറഞ്ഞിട്ടാ പോയത്. അതിന്റെ പിറ്റേ ദിവസം ആ കുട്ടിയുടെ മരണ വാർത്ത ഞാൻ കേൾക്കുന്നത്.
ആ കുട്ടിയുടെ മരണത്തിന് കാരണം ഞാനും എൻ്റെ മോളും തന്നെ സാറേ. സർ പ്ലീസ് സർ, ലതികയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ ആര് കാരണമാണെന്നുള്ളത് അലക്സാണ്ടർ സൂചിപ്പിച്ചിരുന്നു. ആരാ കാരണം എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി പോയത്. അലക്സാണ്ടർ തനിച്ചാണോ ലതികയെ കാണാൻ വന്നിരുന്നത് സർ? ആദ്യമൊക്കെ തനിച്ചാ വന്നിരുന്നത്. പക്ഷെ ഒരിടയ്ക്ക് വെച്ച് ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരനെ കൂട്ടിയിട്ട് വന്നായിരുന്നു. പ്രവീൺ എന്ന ആ കുട്ടിയുടെ പേര്. ഏതോ പത്രത്തിൽ വർക്ക് ചെയ്യണമെന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് സാർ, ഞങ്ങളോട് സഹകരിച്ചതിന്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. സാറ് വിഷമിക്കേണ്ട. ലതികയ്ക്കും അലക്സാണ്ടറിനും എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അവർക്ക് നീതി ഞങ്ങൾ മേടിച്ചു കൊടുക്കും സാർ. എൻ്റെ മക്കൾക്ക് നീതി കിട്ടിയാൽ തന്നെ അവരുടെ ആത്മാവിനും ശാന്തി കിട്ടും സർ, ശാന്തി കിട്ടും. അരുൺ, സാറിനെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറിനുള്ള ഫുഡും കൊണ്ട് വന്നതാ. നോ താങ്ക്സ്, ഗെറ്റ് ഔട്ട്. സാർ ഔട്ട്. എന്തു പറ്റി? ഗെറ്റ് ഔട്ട് അടിച്ചല്ലേ? എന്തിനാടോ താൻ ഇതിനൊക്കെ നിൽക്കുന്നത്? എത്ര കെട്ടുവിട്ടിട്ടാലും ഞാൻ വരുന്നേ. ദേ ഇതങ്ങ് കൊടുത്തേക്കണേ സാർ പ്ലീസ്. ഞാൻ തന്നാന്ന് പറയണ്ട. ഞാൻ കൊടുത്തേക്കാം. താൻ വല്ലതും കഴിച്ചിരുന്നോ? കഴിക്കുന്നു സാർ, കഴിച്ചിട്ടാ വന്നത്. ഞാൻ പോവാണേ, എനിക്ക് വൈകി. ബൈ. സാർ, ഇങ്ങനെ കഴിക്കാതെ ജോലി ചെയ്യാൻ എങ്ങനെയാ? ഫുഡ് കഴിക്കും സാർ. താങ്ക് യു മിഥുൻ. വർക്കിൽ വിട്ട ഫുഡ് കഴിക്കാൻ ഞാൻ മറന്നു പോകും. നിങ്ങൾ എല്ലാവരും കഴിച്ചു മിഥുൻ? ഇവിടെ എല്ലാവരും ടൈമിന് കഴിക്കും. സാറിനെ കഴിക്കത്തുള്ളൂ. കഴിക്കും സാർ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് കടയിൽ നിന്ന് മേടിച്ച്? ഇനി അവിടെ നിന്ന് തന്നെ മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ സാർ, അവിടുന്ന് തന്നെ ഇനി മേടിക്കത്തുള്ളൂ. മിഥുൻ, നാളെ കുറച്ച് നേരത്തെ വരണം. ഒരു 8 AM ആവുമ്പോൾ. ആ പ്രവീൺ ഉണ്ടല്ലോ, അലക്സാണ്ടറിന്റെ ഒപ്പം ലതികയെ കാണാൻ പോയിരുന്ന ചെറുക്കൻ, അവന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നാളെ തന്നെ അവൻ എന്തായാലും പോക്കണം. ഓക്കെ. യാ 8 AM മറക്കരുത്. ഈ കേസ് തെളിയിക്കുന്നത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമല്ലേ? ഓക്കെ മിഥുൻ, ബൈ, ഗുഡ് നൈറ്റ്. അമ്മ ഞങ്ങള് പോവാ. മക്കൾ രണ്ടുപേരും എങ്ങോട്ടാ? എന്താ അമ്മ വരെ വെള്ളടിച്ച് ഹാർട്ടും കാറിലൊക്കെ അടിച്ചു പോകുന്ന കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഓർമ്മശക്തിയും പോയോ? ഞങ്ങള് കോളേജിൽ പോകുന്ന കാര്യം അമ്മ മറന്നോ? എനിക്കൊരു മറവിയില്ല. രണ്ടാൾ എവിടെയും പോകണ്ട. ലക്ഷ്യനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. എനിക്ക് കോളേജിൽ പോണം. എനിക്കൊരു കല്യാണം ഒരു പെണ്ണുകാണലൊന്നും വേണ്ട. എനിക്ക് പഠിക്കണം. ആ ചെറുക്കൻ വന്ന് കണ്ടിട്ട് നീ കോളേജിലൊക്കെ പോയാൽ മതി. അതിനുള്ള സമയമൊക്കെ ഉണ്ട്. ഇതിന് സമ്മതിക്കാതെ എൻ്റെ അടുത്ത് വാശി പിടിക്കാനാ പൊന്നുമോണ്ട് ഉദ്ദേശിച്ചെങ്കിൽ നീ കോളേജിൽ നിന്ന് പറഞ്ഞ് ഈ വീടിന് പടിക്ക് പുറത്തിറങ്ങില്ല. ഏട്ടാ, അവൾക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഈ ചെറുപ്പത്തിൽ തന്നെ എന്തിനാ കല്യാണം കഴിപ്പിച്ച് വിടുന്നേ? അവള് പഠിച്ചോട്ടെ ഏട്ടാ. പഠിച്ചിട്ട് എന്തോത്തിനടി? കണ്ടവന്റെ അടുക്കളയിൽ പോയി പണിയെടുക്കാൻ തന്നെയില്ലേ? കല്യാണപ്രായമൊക്കെ ആയി. ദേ മക്കളോടും പെങ്ങളോടും കൂടി പറയാ, നല്ല പണമുള്ള ചെറുക്കനാ. ഞാൻ വിട്ടുകളെ ഉദ്ദേശിക്കുന്നില്ല. ഇവളുടെ കല്യാണം അവർക്ക് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ നടക്കും. മോള് പേടിക്കണ്ട ലച്ചു. ചെറുക്കൻ വന്ന് കണ്ടു പോവല്ലേ. പോട്ടെ, നിന്ന് കൊടുത്തേക്കാം. വേറെ വഴിയില്ല. നിന്റെ അച്ഛനെ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്നറിയില്ല. അമ്മ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യാം. നീ പേടിക്കാതിരിക്കെ. ഇപ്പൊ ചെല്ല്. നിന്റെ അച്ഛൻ പറയുന്ന പോലെ കേൾക്കാം നമുക്ക്. വരുമാനം അകത്തേക്ക് ഇരിക്കാം. വരൂ, ഇരിക്കൂ. ചന്ദ്ര, മോളെ വിളിക്കും. മോളെ ലച്ചു, നിന്നോട് നിന്റെ അച്ഛനോട് ചെല്ലാൻ പറഞ്ഞു. എന്റെ മോള് വരുന്നുണ്ട്. ലക്ഷ്മി, ലച്ചു.
എനിക്ക് ലച്ചുവിന്റെ അടുത്ത് തനിച്ചെന്ന് സംസാരിക്കണം. സംസാരിച്ചോളൂ ലച്ചു, ചെല്ലു മോളെ. ഇങ്ങനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നാ ഈ പറയുന്നേ? ചുമ്മാ ഓരോന്ന് പറഞ്ഞോളും. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇത് സഞ്ജയ് ദത്തല്ലേ? ആ സിറ്റിയിൽ അവിടെയുള്ള ഹോസ്പിറ്റല് ഇയാളുടെയാ? കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എടി പൊട്ടി പെണ്ണെ, ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ. പിന്നെ അത്രയും വലിയ കോടീശ്വരൻ ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണെടുക്കാൻ വരില്ലേ? ഇതെന്താ വല്ല കൊറിയൻ ഡ്രാമയോ അതോ സിനിമ വല്ലോ ആണോ? വെറുതെ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടി എണീറ്റ് പോടി. അതെനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തെറ്റുപറ്റിയതാണോ? എനിക്കൊരിക്കലും തെറ്റുപറ്റത്തില്ല. തെറ്റുപറ്റാത്ത ഒരാള് ഉള്ള പരീക്ഷയ്ക്ക് മുഴുവൻ മൊത്തം തെറ്റാ എഴുതി വെക്കുന്നത്. എന്നിട്ടാ എഴുന്നേറ്റ് പോടി. ഈ കല്യാണം മുടക്കാനുള്ള വഴി നോക്കാതെ. അമ്മ അപമാനിച്ചു തീർന്നെങ്കിൽ നമുക്ക് കല്യാണം മുടക്കാനുള്ള വഴി നോക്കാം. എന്റെ ലച്ചന് ഇഷ്ടപ്പെടാത്ത കല്യാണം ഞാൻ നടത്തിക്കില്ല. അവളുടെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കൂ. ഞാൻ അതിനെന്തും ചെയ്യും. ഇത് സത്യം, സത്യം. എന്റെ നെഞ്ചാണെന്നുള്ള നിമിഷം മറന്നു. പഠനത്തിൽ ജയിച്ചില്ലെങ്കിലും ഈ കല്യാണം മുടക്കൽ നീ ജയിച്ചിരിക്കും. ഹായ് ലക്ഷ്മി, ഐ എം സഞ്ജയ് ദത്ത്. നമ്മുടെ കല്യാണം എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും. തനച്ഛൻ തന്നെ കുറിച്ച് ഒരുപാട് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ബട്ട് യു ലുക്ക് ലൈക്ക് എ ഫെയറി. ഐ ലൈക്ക് ഇറ്റ്. അടുത്ത മാസം തന്നെ മാരേജ് നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കല്യാണോ? എന്താ ഈ പറയുന്നേ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. എനിക്ക് പഠിക്കണം. പിന്നെ എനിക്ക് മറ്റൊരാളെ ഇഷ്ടം. ഇപ്പൊ ഒരു കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയണം പ്ലീസ്. തന്റെ മനസ്സിൽ ആരുണ്ടെങ്കിലും തനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. തന്റെ അച്ഛന് ഞാൻ തനിക്ക് വേണ്ടി കൊടുത്തത് 50 ലക്ഷം രൂപ. അതെന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് നമുക്ക് ഈ കല്യാണ നടത്തിനെ കുറിച്ച് ആലോചിക്കാം. ഇല്ലെങ്കിൽ ഇത് എന്തായാലും നടക്കും, നടന്നിരിക്കും. ബൈ. എന്താ എന്താ എന്റെ കുട്ടി ഇങ്ങനെ കരയുന്നേ? അയാൾ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛന് തീരെ എന്നെ വേണ്ടല്ലേ അമ്മായി. അച്ഛനെ കല്യാണം കഴിപ്പിച്ച വീടല്ല, അങ്ങേർക്കെന്നെ വിൽക്കുക ചെയ്തത് 50 ലക്ഷത്തിന്. കരയുണ്ടല്ലേ ചുട്ടി? അമ്മ ഈ കല്യാണം മുടക്കാനുള്ള വഴി നോക്കാന്ന് പറഞ്ഞില്ലേ? എന്റെ അച്ഛനോട് ഞാൻ സംസാരിക്കാം. രണ്ടാളും അമ്മക്കൊന്ന് കഴുകിയിട്ട് കോളേജിൽ പോവാൻ നോക്ക്. ഭക്ഷണം എടുത്തുകൊണ്ട് പോകാൻ മറക്കരുത് കേട്ടോ. ചെല്ലേ, പൊക്കോളൂ. ലച്ചു, ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കാതെ നിനക്കിതെല്ലാം തുറന്നു പറഞ്ഞൂടെ? സാറിനോട് ഹെൽപ്പ് ചോദിച്ചൂടെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്? ഞാനെല്ലാം തുറന്നു പറഞ്ഞ അവരെന്നെ സഹായിക്കൂ. എന്റെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിൽ അവർക്ക് എന്താ? അതിൽ അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു പൊതുജന, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല അവരിയ്ക്കുന്നത്. 18 വയസ്സായ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സ്വന്തമായിട്ട് അവകാശമുണ്ട് തീരുമാനമെടുക്കാൻ. അതിനെ എതിർക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റും. ഞാനിന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ എന്താ ഞാൻ പരാതിയായിട്ട് കൊടുക്കുക? എൻ്റെ അച്ഛൻ എന്നെ ഒരാൾക്ക് വിറ്റെന്നോ 50 ലക്ഷത്തിന്? അതാണ് ഞാൻ പരാതിയിൽ പറയേണ്ടത്. എന്തായാലും പരാതി കൊടുത്തോക്ക. നീ ഇങ്ങേരുടെ പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്നൊക്കെ തിരിച്ച് അയാൾ പറഞ്ഞ് എന്ന് ഈ കല്യാണം മുടക്കാനാ? അടുത്ത മാസാ കല്യാണം. അടുത്ത മാസത്തിന്റെ അധികം ദിവസം പോലും ഇനി ഇല്ല. ഇന്ന് ഫുൾ ഡെലിവറിക്ക് കുറച്ച് നേരം വൈകിയെന്ന് തോന്നുന്നല്ലോ. ഇന്ന് ഒറ്റയ്ക്കില്ലല്ലോ, ഈ വാലും ഉണ്ടല്ലോ കൂടെ. ഉണ്ടെങ്കിൽ എന്താ? തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? കുട്ടിയിലിട്ട് പറഞ്ഞു ചോദിക്കാൻ ഞാൻ ആളല്ല. കേരളത്തിന്റെ എത്ര റോഡിനുള്ളിൽ നീളമുള്ള നാവ് കൊച്ചിനുണ്ടല്ലോ, എനിക്കതില്ല. രണ്ടുപേരും ആരുടെ കല്യാണത്തിന്റെ കാര്യം അവിടെ നിന്ന് പറഞ്ഞായിരുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടോ. അത് പിന്നെ ഇത് പിന്നെ ഒന്നുമില്ല. പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞോളാം എന്താന്നുള്ളത്. എന്താ ലച്ചത്? തനിക്കിത് മുന്നേ പറയാറുന്നല്ലേ? എന്നാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ. ഇപ്പോ സാറിന്റെ അടുത്ത് ഈ കാര്യം ചെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മർഡർ കേസിന്റെ പിന്നാലെ ഞങ്ങള്. അത് തീർന്നല്ലാതെ ഞങ്ങൾക്ക് ആർക്കൊരു സമാധാനം കിട്ടില്ലടോ. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാ. താൻ 1-2 ദിവസം വെയിറ്റ് ചെയ്യും. എല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് ഞാൻ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞോളാം. താൻ പേടിക്കണ്ട, ഈ കല്യാണം നടക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അതെങ്ങനെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നേ? കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളും കൂടെ ഇല്ല. അടുത്ത മാസം ഫസ്റ്റിലാ കല്യാണം എന്ന് പറഞ്ഞേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ചെയ്യാനെങ്കിൽ ഇപ്പൊ ചെയ്യണ്ടേ? കാർത്തു, മോള് മിണ്ടാതിരിക്കെ. സോറി സാർ, അവള് എന്നെ കുറിച്ചുള്ള ടെൻഷനിലോ അവലാതിയിലോ അങ്ങനെയൊക്കെ പറയുന്നത്. സാറിനെ സഹായിക്കാന്ന് പറഞ്ഞല്ലോ. താങ്ക് യു സോ മച്ച് സാർ. ഞാൻ കാത്തിരുന്നോളാം സാർ. ഞാൻ പെട്ടെന്ന് തന്നെ പറയാൻ ശ്രമിക്കാൻ ലച്ചു. ലച്ചു ചെല്ലേ, സാറിന് ഫുഡ് കൊണ്ടു കൊടുത്ത് ഗെറ്റ് ഔട്ട് കേൾക്കാനുള്ളതല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറിനുള്ള ഫുഡ്.
ഗെറ്റ് ഔട്ട്. സാർ ഞാൻ വീണ്ടും വന്നു. ഫുഡ് തന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വരരുതെന്ന്. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? തന്നെ ഇനി പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് എങ്ങനെ കണ്ട ഞാൻ ജയിലിനകത്ത് പിടിച്ചിടും. പിന്നെ താൻ പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഗെറ്റ് ഔട്ട്. എന്താ എന്താ പറ്റി ലച്ചു ഇങ്ങനെ ഓടി വരുന്നത്? എന്നെ നീ ഈ വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ ജയിലിൽ പിടിച്ചിടുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് പോലും വരരുത് വാണി. അപ്പൊ തന്റെ കാര്യത്തിൽ തീരുമാനാവുമല്ലോ. താൻ ജയിലിനുള്ളിൽ പോവേണ്ടി വരും കേട്ടോ. താൻ ഈ കരിങ്കല്ല് എന്തിനാടോ അലയിക്കാൻ നടക്കുന്നേ? വല്ല സോപ്പൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ചിത്ര, നീ എന്തിനോട് കൊച്ചിനെ പേടിപ്പിക്കുന്നേ? കൊച്ചി, ഞങ്ങളുടെ സാറ് ഒരു പാവാട്ടോ. ആളീ ഗൗരവം കാട്ടി എല്ലാവരും മുന്നിലും ഗീമ്പ് കാട്ടി നടക്കുന്നേ ഉള്ളൂ. എല്ലാവരും കാലത്തും നല്ല കെയറിങ് ആൾക്ക്. തനിക്ക് സാറിന് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോട്ടേഴ്സിലേക്ക് വന്നേക്ക്. ഞങ്ങളുടെ കോട്ടേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ സാറിന്റെയും കോട്ടേഴ്സ്. ആ അത് നല്ല ഐഡിയ ആണല്ലോ. ബെസ്റ്റ്. അരുൺ, നിനക്ക് അധികകാലം ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലല്ലേ? അയ്യോ, ഞാനതത്ര ആലോചിച്ചില്ല. നീ വിരകായി പോടി. മതി മതി, രണ്ടാളുകൾ നിർത്തുന്നുണ്ടോ? ലച്ചു, ഫുഡ് ഇവരുടെ വീട്ടിൽ കൊടുത്താൽ മതി. അവര് സാറിന് കൊടുത്തോളൂ. സാറിന്റെ വീട്ടിൽ ആളുണ്ടാവില്ലേ? ഇല്ല, സാർ ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? സാറിന് 3 വയസ്സുള്ളപ്പോഴാണ് സാറിൻ്റെ അച്ഛനമ്മ ഒരു കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. അവിടുന്ന് സാറിൻ്റെ അച്ഛമ്മയെ സാറിനെ നോക്കിയായിരുന്നത്. സാർ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവരും പോയി. എന്ത് ചെയ്യാം, സാർ അവിടുന്ന് ഒറ്റയ്ക്ക് തന്നെയാ. താൻ സാറിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. നിങ്ങൾ രണ്ടുപേരും അധികമായിട്ട് നിൽക്കണ്ട. സാറ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. രണ്ടുപേർക്ക് ക്ലാസ് തുടങ്ങാറായിട്ടുണ്ടാവില്ലേ? പോവാൻ നോക്കൂ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചടാ. ഓടി തളർന്നാലേ, കുറച്ച് നീ റെസ്റ്റ് എടുക്ക്. വാ മോനെ പ്രവീണേ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി റെസ്റ്റ് എടുക്കാടാ. നിന്നെ തപ്പി തപ്പി ഞങ്ങൾക്ക് വയ്യ. പ്രവീൺ വാ തുറന്നോ? പിന്നെ ആ വാ തുറന്നു സാർ. തിന്നാൻ വേണ്ടി നല്ല വാ തുറക്കുന്നുണ്ട്. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ചത് അവൻ പറയാൻ വേണ്ടി വാ തുറക്കുന്നില്ല, തിന്നാൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. തിന്നാൻ മാത്രമല്ല ഞാൻ വാ തുറക്കുമെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. അലക്സാണ്ടർ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരയ്ക്കും പ്രവീണായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് തെളിവ് ഞങ്ങളുടെ ഉണ്ട്. പ്രവീൺ ഇല്ലെന്ന് പറയരുത്. പ്രവീൺ ലതികയെ കാണാൻ പോകുന്ന സമയത്ത് ലതികയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അലക്സാണ്ടർ പറഞ്ഞിട്ടില്ലേ? പ്രവീൺ ഇങ്ങനെ തലകുനിച്ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറയുന്നുണ്ടോ? ഈ കേസ് തള്ളിയെങ്കിൽ താൻ സഹകരിച്ചേ പറ്റൂ. ഒരു വാ തുറന്ന് എന്തെങ്കിലും പറയടോ. എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി തുടങ്ങി. ഇങ്ങോട്ട് വേണം, ഞങ്ങൾ ഇട്ട് ഓടിച്ചിട്ട് നീ വാ തുറക്കാതിരിക്കുന്നോ? നിന്റെ മേത്ത് ഓരോ അടി വീണാലും അതിന്റെ ഒരു പാട് പോലും കാണില്ല. വേദനിച്ച് നീ ഇവിടുന്ന് കറിയും. പറയടാ. ഞാൻ പറയാം സാറേ. എന്നാ പറയടാ. ലതികയുടെ ദുരന്തം, അലക്സാണ്ടറുടെ മരണം ഒരാളുടെ കൈ കൊണ്ടാണോ സംഭവിച്ചത്? നിനക്കെന്താ അതില് പങ്ക്? അയ്യോ, എനിക്കൊരു പങ്കുമില്ല സാറേ, സത്യമായിട്ടും ഇല്ല. നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാതിരുന്നത്. അവന്റെ മരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. ലതികയുടെ ദുരന്തം, അലക്സാണ്ടറിന്റെ മരണം ഒരാളുടെ കൈ കൊണ്ടാ. അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല സാറേ. അയാൾക്കെതിരെ തെളിവുകൾ ഞങ്ങൾ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതറിഞ്ഞുകൊണ്ടാ അയാൾ അവനെ കൊന്നത്. ഞാൻ കണ്ടതാ അത്. എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളത്? അലക്സാണ്ടറിന്റെ രീതിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ പറ. ആരാ അവരെ കൊന്നത്? പ്രവീൺ, റിലാക്സ്. താൻ പേടിച്ചിട്ടാണ് പറയാതിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. തനിക്കും തന്റെ ഫാമിലിക്കും ഒന്നും വരാതെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം. താൻ ഇവിടെ മൊഴി തന്ന വിവരം ആരും അറിയാനും പോകുന്നില്ല. പ്ലീസ് ടെൽ മീ പ്രവീൺ, എന്താ സംഭവിച്ചതെന്ന്? അലക്സാണ്ടറിന്റെ മരണം താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? തന്റെ സുഹൃത്തായ അലക്സാണ്ടറിന് ജസ്റ്റിസ് വേണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലേ പ്രവീൺ? ഫാഷൻ ഡ്രസ് അപ്പാടെ അടക്കി വാഴുന്ന ആ തേർഡ് ക്രിമിനൽ സഞ്ജയ് ദത്ത്, അവൻ എല്ലാത്തിനും കാരണം. സഞ്ജയ് ദത്ത്, ദ വേൾഡ് ബിസിനസ് മാൻ. വാ, എന്താ പ്രവീൺ ഈ പറയുന്നത്? സഞ്ജയ് ദത്ത് കാരണം എത്ര പേരുടെ കുടുംബങ്ങളെ ജീവിച്ചു പോകുന്നത്? ഒരുപാട് പെൺകുട്ടികൾക്ക് അയാളെ ജോലി കൊടുത്തിട്ടുണ്ട്. ശരി മേഡം, ഒരുപാട് കുടുംബങ്ങൾ അവൻ കാരണം രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അതിലുള്ള കുറെ പേര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവന്റെ കീഴിൽ വരയ്ക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ടാവും. അവരൊക്കെ മയക്കുമരുന്നിന്റെ അടിമകളാ. അത് മേഡത്തിന് അറിയോ? കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് അവന്റെ കമ്പനിയാ. ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അവന്റെ ഹോസ്പിറ്റലും
അതിൻ്റെതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മാഡം. ആരും അറിയാതെ. ലതിക ലതിക ആ കുട്ടി പാവം, അവള് പോലും അറിയാതെ അതിൽ പെട്ടുപോയൊരു കുട്ടി അത്. ലതിക അപ്പോൾ മയക്കമരുന്നിന് അടിമയായിരുന്നു. ആ കുട്ടി ഒന്നറിയാതെ പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പ്രവീൺ? ലതിക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ ഞങ്ങൾ കോളേജിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. പക്ഷെ ലതികയ്ക്ക് എന്താ പറ്റിയെന്ന് അവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. ലതികയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി മീനാക്ഷി ലതികയുടെ ഫ്രണ്ടാണ്. ആ കുട്ടിയെ പറഞ്ഞത് ഒരിടയ്ക്ക് വെച്ച് ലതിക സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിരുന്നു, ഫേസിന് എന്തോ പ്രോബ്ലം ആയിട്ട്. ആ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ മുതൽ ലതികയുടെ ശരീരത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു ലതിക പറഞ്ഞു എന്നാ കുട്ടി പറഞ്ഞത്. ഞങ്ങൾ ആ ടാബ്ലറ്റ് പരിശോധിക്കാൻ കൊടുത്തിരുന്നു സാർ. അതിൽ മയക്കുമരുന്നിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ചെറിയ തോതിലല്ല, നല്ല വലിയ തോതിൽ തന്നെയുണ്ട്. ആ ടാബ്ലറ്റ് ഏത് ഡോക്ടർ എഴുതിയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. അത് സഞ്ജയ് ദത്തിൻ്റെ ഹോസ്പിറ്റലിലുള്ള ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് രമ്യ നായർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരെ പോയി കണ്ട് സംസാരിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അന്വേഷിച്ചു, ആ ടാബ്ലറ്റ്സിനെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ ആ ടാബ്ലറ്റ്സ് പുറത്തെവിടെയും കിട്ടാനില്ല. അത് അവരുടെ ഹോസ്പിറ്റലിൽ മാത്രം കിട്ടുന്നൊരു ടാബ്ലറ്റാണെന്ന് മനസ്സിലായി. എനിക്ക് അവരുടെ ഹോസ്പിറ്റലിൽ അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു സാർ. അവർ മുഖേന ലതിക കണ്ട ഡോക്ടർ ആരൊക്കെ പരിശോധിച്ചിരിക്കുന്നത് അവരുടെ കുറച്ച് പേരുടെ നമ്പറൊക്കെ എടുത്ത് ഞങ്ങൾ അന്വേഷിച്ചു പോയിരുന്നു. അവിടെ പോയപ്പോഴും ലതികയ്ക്കുണ്ടായ അതേ പ്രോബ്ലംസ് അവരെ കുറച്ച് പേർക്കും ഉണ്ടായിരുന്നു സാർ. പ്രവീൺ, ഇത്രയും വിവരങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയും ശേഖരിച്ച തെളിവുകൾ ഉണ്ടായിട്ടും നിങ്ങളിത് പോലീസിൽ ഇവരെ അറിയിക്കാതിരുന്നത്? അറിയിച്ചിരുന്നെങ്കിൽ അലക്സാണ്ടർ ഇങ്ങനെ മരണപ്പെടുമായിരുന്നു. ഞങ്ങൾ പോലീസിൽ ഇവരെ അറിയിച്ചോ സാർ. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് പിന്നാലെ അലക്സാണ്ടറിന് ഒരു കോൾ വന്നിരുന്നു. ഈ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ അതിനൊരു ഗ്യാരണ്ടി ഇല്ലെന്ന്. ഞങ്ങളത് വകവയ്ക്കാതെ ഈ കേസിൻ്റെ കാര്യത്തിൽ തന്നെ മുന്നോട്ട് പോയി. പോലീസിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരറിവും ഒരു വിവരമില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് പ്രസ് കോൺഫറൻസ് വിളിച്ച് മീഡിയയ്ക്ക് അറിയിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ക്ലബിൽ മീറ്റ് ചെയ്യാൻ പോയേണ്ട അന്ന അലക്സാണ്ടറിന് അങ്ങനെയൊക്കെ സംഭവിച്ചു സാർ. അവനെ കൊന്നത് അയാളാ, സഞ്ജയ് ദത്ത്. ഞാൻ അയാളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടതാ സാർ. പ്രവീണിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞങ്ങൾ ഏൽപ്പിച്ചോളും. പ്രവീൺ പേടിക്കണ്ട, ഞങ്ങൾ ആർക്കും ഒറ്റാനൊന്നും പോകുന്നില്ല. പ്രവീണിനെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോളാം. താൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ഡോണ്ട് വറി. ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ടാവാൻ സാർ. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു സാർ. സഞ്ജയ് ദത്തിന്റെ ഹോസ്പിറ്റലിന്റെ പുറകിൽ തന്നെ അയാളുടെ ഗോഡൌൺ ഉള്ളത്. അവിടെയാ ചരക്കുകൾ എത്തിക്കുന്നത്. അവിടെ തന്നെയാ എക്സ്പെരിമെന്റ് നടക്കുന്നതും. കൊള്ളാലോ പ്രവീൺ, തനിക്ക് ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി. ഞങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണല്ലോ താൻ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. മാഡം, ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ. എനിക്ക് പരിചയമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരോടൊക്കെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ ഓരോ സത്യങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ എല്ലാ തെളിവുകളും നിങ്ങളെ ഏൽപ്പിക്കാം സാർ. താങ്ക് യു സോ മച്ച് പ്രവീൺ. തൻ്റെ നമ്പർ ഇവിടെ കൊടുത്തു പോകണം. ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യും. തനിക്കിപ്പോൾ പോവാം സാർ. സഞ്ജയ് ദത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പ്രവീൺ തന്റെ തെളിവുകളും വെച്ച് നമുക്ക് അവനെ പോയി അറസ്റ്റ് ചെയ്തിടും സാർ. നോ മിഥുൻ, അത് പറ്റില്ല. നമുക്കെതിരെ തന്നെ തിരിയാതെ സമൂഹത്തിന് മുന്നിൽ മാന്യതയുടെ മുഖംമൂടിയിട്ട് ജീവിക്കുന്ന അവൻ്റെ മുഖംമൂടി വലിച്ചു കയറി അവൻ്റെ ഉള്ളിൽ ചെന്നായി എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെങ്കിൽ അവനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവ് തന്നെ വേണം. ആദ്യം അവൻ്റെ ഗോഡം അത് സെർച്ച് ചെയ്യാനുള്ള വാറന്റ് കിട്ടണം. പിന്നെ ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. പ്രവീൺ പറഞ്ഞത് ഓർമ്മയില്ലേ? അവര് പോലീസിന് തെളിവ് കൊടുത്തപ്പോൾ വിവരം പറഞ്ഞ ഉടനെ തന്നെ അത് അവൻ്റെ കയ്യിൽ ചെവിയിലെത്തി. നമ്മുടെ ഇടയിൽ തന്നെ നമുക്കെതിരെയുള്ള ആൾക്കാരുണ്ട്. ബി കെയർഫുൾ. സാറിന് എങ്ങോട്ടാ നോക്കുന്നത്? സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്ത് പറ്റി സാർ? സാർ, അത് അരുൺ അല്ല, സോറി, മിഥുനെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് വന്നില്ല. സാറ് ഫുഡ് കൊണ്ടിരുന്ന മിഥുനെ നോക്കിയിരിക്കാനോ അതോ ഫുഡ് ഉണ്ടാക്കുന്ന ആളെ? ഫുഡ് ഉണ്ടാക്കുന്ന ആളെ നോക്കാൻ ഞാൻ എന്താ ഹോട്ടലിൽ താളെ കാണാതിരിക്കുകയാണോ? ഫുഡ് വിശക്കുന്നുണ്ടോ? ആ കൊച്ചിന് ഫുഡും കൊണ്ട് വരില്ല സാറേ. സാറിനെ 2 ദിവസം മുന്നേ അതിനെ ഓടിപ്പിച്ചു വിട്ടത്. സാറ് 2 ദിവസമായിട്ട് അതിനെ നോക്കിയിരിക്കുവാണ്. ഏത് വെച്ച് എന്ന് വെച്ച് താൻ എന്താ പറയുന്നത്? പോയി പണിയെടുക്കണോ? വെറുതെ പണിയെടുക്കാൻ അങ്ങോട്ട് ഇവിടെ നടന്നോളൂ. ഇന്നൊരു ഓടിപ്പിച്ചു വിട്ടാ കൊച്ചു വരാത്തന്നെ ചൂർക്ക് എന്തിനാ എൻ്റെ അടുത്ത് കാണിക്കുന്നത്? ഞാൻ ഓടിപ്പിച്ചു വിട്ടെന്നോ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുന്ന എന്തിനാ? അല്ല, അവള് വരുന്നതിന് എനിക്കിപ്പോ എന്താ കുഴപ്പം? എന്റെ 2 മക്കളും പഠിക്കുകയാണോ?
രണ്ടുപേരും ഇപ്പൊ 2 ദിവസമായിട്ട് എക്സ്ട്രാ പൊതി ചോറൊന്നും കൊണ്ടുവന്ന് കാണാനില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ അടിച്ചിറക്കി വിട്ടോ? അമ്മയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ കുടുംബ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിട്ട പോലെ ഉണ്ടല്ലോ. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് എതിർ കുടുംബ വീട് തന്നെയായിരുന്നല്ലേ ഭക്ഷണം കൊണ്ട് കൊടുക്കലും എന്താ കെയറിങ് ഉണ്ടായിരുന്നത്. മോളിൽ വെച്ചു സത്യം പറയടാ, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ നീ ആ സാറിനെ പോയി കണ്ടായിരുന്നത്? അതോ എന്റെ കുട്ടിക്ക് ശരിക്കും ആ സാറിന് ഇഷ്ടാണോ? അമ്മ എന്താ ഈ പറയണേ? എന്റെ ലച്ചുന ആ മൊരടൻ എങ്ങനെ ഇഷ്ടാവാനാ? എനിക്കിഷ്ടം അമ്മായി, ഒരുപാട് ഒരുപാട് ഇഷ്ടം അദ്ദേഹത്തെ. അൺബിലീവബിൾ. പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലല്ലോ അമ്മായി. ലച്ചുട്ടീനെ ഇഷ്ടാവാത്ത ആരെങ്കിലും ഉണ്ടാവോ? മോള് വിഷമിക്കണ്ട, അദ്ദേഹത്തിന് മോള് എന്തായാലും ഇഷ്ടാവും. മോള് ലച്ചു, ഞാൻ നിന്റെ അച്ഛനോട് ഒരുപാട് സംസാരിച്ചു നോക്കി, പക്ഷെ ഏട്ടനൊരു പൊടിക്ക് കൂട്ടാക്കണില്ല. ഇനി നിന്റെ കല്യാണം എങ്ങനെ മുടക്കുമെന്ന് എനിക്കറിയില്ല കുട്ടി. എന്റെ കയ്യിൽ ഞാൻ കൂടി ഒരു മാർഗേ ഉള്ളൂ, അതിനി ചെയ്തു നോക്കണം. അതിന്റെ മാർഗം അമ്മയുടെ കയ്യിലുള്ളത്? അതൊക്കെ ഉണ്ട്. 2 ദിവസം വെയിറ്റ് ചെയ്. അമ്മ വിചാരിച്ച കാര്യം നടക്കുകയാണെങ്കിൽ എന്റെ കുട്ടികൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും. അമ്മായി, നാളെ എക്സ്ട്രാ പൊതി ചോറ് ഞാൻ പൊതിയോട്ടോ. അതിനെന്താ എന്റെ കുട്ടിയെ, നീ കൊണ്ടേക്കോ. താരപ്പത് 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. വാലയുള്ളൂ, തല എവിടെ? തലങ്ങ് സാറിനെ തേടി കോട്ടേഴ്സിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ സാർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നതേ ഉള്ളൂ. ഇവിടെ ഞാനുണ്ടാവുള്ളൂ, അത് പോയോ? ഇവിടെയൊന്നുമില്ല, ആള് വീട്ടിൽ പോയിട്ടുണ്ട്. എത്താറാവുന്നേ ഉണ്ടാവുള്ളൂ. താനെന്താ ചെയ്യുന്ന? എന്ത് ചെയ്യണം, ഞാൻ കോളേജിൽ പോന്നു. ലക്ഷ്മിനെ അങ്ങനെ കോളേജിലേക്ക് വന്നോളെന്ന് പറഞ്ഞു. താൻ കുറച്ചിട്ട് ഇവിടെ ഇരിക്കടോ, ഞാനിവിടെ ഒറ്റയ്ക്കാ. എനിക്കൊരു കമ്പനി തരാവോ? അതൊന്നും പറ്റില്ല, എനിക്ക് കോളേജിൽ പോണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാരും എന്താ പോലീസായിട്ടും യൂണിഫോം ഇടാത്തെ? സീക്രട്ട് ആയിട്ടുള്ള കുറെ കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന് യൂണിഫോം ഇട്ടാൽ ശരിയാവില്ല, പുറത്തു പോകുമ്പോ അത് പ്രശ്നമാവും. അതുകൊണ്ട് എപ്പോഴെങ്കിലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കള്ളന്മാരെ പിടിക്കാൻ അതാ സുഖം. എങ്ങനെയുണ്ട് ബുദ്ധി? വല്ലാത്ത ബുദ്ധി തന്നെയാ. ഡ്രസ്സ് മാത്രം മാറ്റിയ പോരാ, ആ ഷൂവും കൂടി ഒഴിവാക്കണം. പോലീസിന് കണ്ടാ പറയേരി. ചിത്ര മേഡം, പറഞ്ഞമാരി എത്തിയല്ലോ ആള്. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുമല്ലോ. ആ കീ തന്നാ ഞാൻ ഫുഡ് അവിടെ കൊണ്ടുവന്ന് വെക്കായിരുന്നു. ഫുഡ് ഇവിടെ വെക്കുന്നൊക്കെ കൊള്ളാം. സാർ വരുന്നതിന് മുമ്പ് ഇറങ്ങിക്കൊടും, ഇല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. ചിത്രയ്ക്ക് കൊടുക്കുക. ഇന്ന് നിങ്ങൾക്ക് 2 പേർക്കും വർക്കില്ലേ? അപ്പോ ഉണ്ട് കുട്ടി, ഞങ്ങൾക്ക് 2 പേർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. താൻ വേഗം ചെല്ലെന്തായാലും. ശരി, ആള് വരുമ്പോഴേക്കും ഞാൻ എല്ലാം പോയി റെഡിയാക്കട്ടെ. ബൈ. ലച്ചു നല്ല കുട്ടിയാ. സാറിന് എന്താ കൊച്ചിനോട് എസ് പറഞ്ഞാലേ? അഹങ്കാരം അല്ലാതെന്താ? ആ കൊച്ച് സാറിന്റെ പിന്നാലെ നടക്കാതിരുന്ന അപ്പ എന്റെ വില സാറിന് മനസ്സിലാവും. ഏയ്, താനെങ്ങനെ ഇവിടെ? തനിക്കാരാ എന്റെ വീടിന്റെ കീ തന്നത്? പ്ലീസ് ലീവ്. തന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത്? സാറിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരരുതെന്നല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സാറിനെ 2 ദിവസം കാത്തിരുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് കുട്ടി ആവശ്യമില്ലാതെ ഇങ്ങനെ തുള്ളാൻ നിൽക്കരുത്. എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് മുന്നേ പറഞ്ഞില്ലേ? തനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പഠിക്കുന്ന പ്രായമല്ലേ തനിക്ക്? മര്യാദയ്ക്ക് പഠിച്ച് തന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കി കൊടുത്തൂടെ? എന്റെ പ്രയോജനം നടന്ന ശല്യം ചെയ്യാൻ നിൽക്കുന്നത് താൻ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, എന്റെ കൺമുന്നിൽ തന്നെ ഇനി വന്നു പോരുത്. ഗെറ്റ് ഔട്ട്. സോറി സാർ, സാറിനെ എന്തെങ്കിലും ഇഷ്ടാവെന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് സാറിന് ഇഷ്ടമായത് കൊണ്ടാണ്. ഞാൻ സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ സാറിനെ ഉപദ്രവിക്കാൻ വരില്ല സാർ. ഐ എം റിയലി സോറി. സാറിന്റെ കൺമുന്നിൽ പോലും ഞാൻ വരില്ല. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം. എന്തെങ്കിലും പരാതി ഉണ്ടോ ചിത്ര? അയ്യോ, പരാതിയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മിഥുൻ സാർ എന്നെ വിളിച്ചിരുന്നോ? ഒന്നുമില്ല ചിത്ര, താൻ വർക്ക് ചെയ്തോളൂ. മാഡം വരൂ, ഞാൻ മാഡത്തിന് സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. സാർ, ഈ മാഡം സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഹലോ മാഡം, ഇരിക്കൂ. എന്താ മാഡത്തിന് പറയാനുള്ളത്? സാറിനെ വന്ന് ശല്യപ്പെടുത്താറല്ലേ ലക്ഷ്മി, ലച്ചു. ഞാൻ ആ കുട്ടിയുടെ അമ്മായ. എൻ്റെ പേര് ചന്ദ്ര. എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സമയമുണ്ടാവോ?
ലച്ചുവിന്റെ അമ്മായിയാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സമയമുണ്ട് മാഡം. എന്താ പറയാനെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എൻ്റെ കുട്ടികൾ ചെയ്തതിനൊക്കെ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുക സാറിനോട്. മനഃപൂർവ്വമല്ല, ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണെങ്കിലും ഒന്ന് വ്യക്തമാക്കി പറയൂ. ലക്ഷ്മി, ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഞാൻ സഹായിക്കേണ്ടത്? സാർ എങ്ങനെ സഹായിക്കുന്നതെന്നും എനിക്കറിയില്ല സർ. സാറിൻ്റെ സഹായം ചോദിച്ച് മാത്രമല്ല ഞാൻ വന്നത്. സാറിന് എൻ്റെ മോളെ ലച്ചുവിനെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ മാഡം, അത് സാറിപ്പോൾ ഒന്നും പറയണമെന്നില്ല. സാറിന് എൻ്റെ മോളെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം രക്ഷിച്ചാൽ മതി. അവളെ ഇഷ്ടമാണെങ്കിൽ അവളെ സ്വീകരിക്കണം. കൈയൊഴിയരുത്. ഇപ്പോൾ ഒരു പരിപാടി എനിക്ക് തരണ്ട. ഒരാഴ്ചയും കൂടിയുള്ള അവളുടെ കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളിൽ ചെയ്യണം സർ. എനിക്ക് വേറെ ആരോടും സഹായം ചോദിക്കാനില്ല. എൻ്റെ മോളിൽ എനിക്ക് വിശ്വാസമാണ്. സാറിനെ അവളെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. സാറ് നല്ലൊരാളായതുകൊണ്ടാണ് അവൾ സാറിനെ സ്വീകരിക്കാത്തത്. എൻ്റെ മോളൊരു പാവ. കൈയൊഴിയരുത്. എൻ്റെ അഭ്യർത്ഥനയാണ് സർ. ഞാൻ പോണു സർ. മാഡം പ്ലീസ് ഒരു മിനിറ്റ്. ലച്ചുവിനെ മാരേജ് ചെയ്യാൻ പോകുന്നത് ആരാ? വലിയൊരു ബിസിനസ്മാനാ, സഞ്ജയ് ദത്ത്. വാട്ട്? മിഥുൻ, പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് സഞ്ജയ് ദത്തിന്റെ ഗോഡൌൺ പരിശോധിക്കാനുള്ള വാറണ്ട് മേടിക്കണം. സർ സർ ആർ യു ഓക്കേ? ഗെറ്റ് ഔട്ട്. എല്ലായിടത്തും പരിശോധിക്കണോ? ഒറ്റണം പുറത്തു പോരുത്. സാർ, രാത്രി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് ശരിയാണോ സാർ? അതിന്റെ ഉള്ളിലൊക്കെ നല്ല നോക്കണോ? ഞങ്ങളിങ്ങനെ സെർച്ച് വേണ്ടി ഓടിച്ചേർക്ക. അതിങ്ങളൊന്നും ചിലക്കാതെ ഇപ്പൊ. നിന്റെയൊക്കെ സാറിനോട് വരാൻ പറയടാ. മുതലാളിനെ ഞങ്ങളൊന്ന് കാണട്ടെ. സഞ്ജയ് സാറ് നാട്ടിലില്ല. കൊള്ളം പറയുന്നോടാ. മര്യാദയ്ക്ക് അവനോട് ഇവിടെ വരാൻ പറ. അവൻ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടോ, വല്ലതും കിട്ടിയോ? കിട്ടി സർ. പറഞ്ഞ സാധനത്തിൽ തന്നെയുണ്ട്. ഇതില് ഒരുവിധം പെട്ടികളും അത് തന്നെ ഇരിക്കുന്നത്. സഞ്ജയത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. മിസ്റ്റർ യുവ കൃഷ്ണ. ഹലോ സഞ്ജയ് ദത്ത്, ഹൗ ആർ യു? ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നത്. വെൽ ഡൺ മിസ്റ്റർ യുവ കൃഷ്ണ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റിവെഞ്ച്. അതിനുവേണ്ടി വീണ്ടും എന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ലേ? സാർ, ഗോഡൌണിൽ സാധനമുണ്ട്. കിട്ടി സാർ. നമ്മളിത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകല്ലേ? ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തേക്ക്. എന്താ സഞ്ജയ് ദത്ത്, ഇത്ര പെട്ടെന്ന് നീ എൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ റിവെഞ്ച്, അതെനിക്കൊന്നുമല്ല. ഇത്രയും കാലം വരെ ഞാൻ കാത്തിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം നിന്നെ കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് മിസ്റ്റർ ക്രിമിനൽ. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ഹു ഐ ആം. യുവ കൃഷ്ണ, യു ഓൾവേസ് ഫെയിലിയർ. Yes, I accepted I'm failure. Big failure. But this time, not. And what about you? Congratulations. You are നടക്കാത്ത മാരേജിന് ലച്ചു ലക്ഷ്മി. Not you are. You are Krishna. I will destroy you, Mr. Sanjay Dutt. Best of bad luck start for you. സഞ്ജയ് സാർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? ഈ ബിൽഡിങ്ങിന്റെ കാര്യം എങ്ങനെ അവരറിഞ്ഞത്? എല്ലാം കൊണ്ടുപോയി. യുവ കൃഷ്ണ, ഇഡിയറ്റ്. ഐ വിൽ കിൽ. നമ്മുടെ ഇനി ഒരു വിവരം അവരിലേക്ക് എത്താൻ പാടില്ല. കെയർഫുൾ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. എന്താ ഈ നേരത്ത് ഇവിടെ? ഈ സമയം എന്നൊക്കെ പറയാൻ രാത്രിയൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ കയറി വരാൻ സമയം കാലൊക്കെ നോക്കണോ എനിക്ക്? ഞാൻ ഈ ഗിഫ്റ്റ് ആയിട്ട് വന്നത് തനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ലച്ചു, ഇവിടുത്തെ ഇൻസ്പെക്ടർ യുവകൃഷ്ണയെ തനിക്ക് അറിയോ? പരിചയമുണ്ട്. കോളേജിലൊരു പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹം സഹായിച്ചത്. യുവകൃഷ്ണയും താനും തമ്മിൽ ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ? ഐ കാൻറ്റ് ബിലീവ്. ആർ യു ഐഡിങ് സംതിങ് ഫോർ മീ? നോ, എനിക്കിഷ്ടമാണ്. But I don't like it. Don't do this again and don't tell me again. Understand? യുവകൃഷ്ണ എന്നുള്ള പേര് നിന്റെ മനസ്സിലും നിന്റെ നാവിലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായ
കൊന്നു കളയില്ല നിന്നെ. അണ്ടർസ്റ്റാൻഡ്? നല്ല കുട്ടിയായിട്ട് നമ്മുടെ കല്യാണത്തിന് റെഡിയാക്കാൻ നോക്ക്. അമ്മേ, ആ മാമൻ ഇങ്ങനെ വന്നിരുന്നോ? അത് അമ്മ ലച്ചുമായിട്ട് വഴക്കിട്ടിരുന്നോ? മാമൻ ഇങ്ങോട്ട് ഇങ്ങനെ വരാനാ? കല്യാണം എന്നും പറഞ്ഞ് അവിടെ ലേവിഷായിട്ട് നടക്കുവല്ലേ. ഞാൻ എന്തിനാ ലച്ചുമായിട്ട് പിന്നെ തല്ലുവിടുന്നത്? നിന്നെ രണ്ടടിയടിച്ച് ചീത്ത പറയാനുള്ള അവസരം നീ ഉണ്ടാക്കി തരുന്നുണ്ട് എനിക്ക്. എന്റെ ലച്ചുട്ടി അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അവള് നല്ല കുട്ടിയല്ലേ. അതിനിട്ടായില്ല അമ്മയ്ക്ക് എനിക്കൊരു കൊട്ട് തന്നാലേ സമാധാനാവുള്ളെന്നുണ്ടോ? അമ്മ ഞാൻ വന്നപ്പോലെ ശ്രദ്ധിക്കാം. ലച്ചു ആകെ മൂടൗട്ടിലായിരിക്കുന്നേ, അതാ ചോദിച്ചേ. വിഷമില്ലാതിരിക്കോ? കല്യാണം മുടക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പൊ കല്യാണത്തിന്റെ ദിവസം അടുത്തു തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. അമ്മേ, നമുക്ക് അമ്മാവനങ്ങ് തട്ടിക്കളഞ്ഞാലോ? അമ്മ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസത്തേക്ക് കല്യാണം നടക്കത്തില്ല. കുരുപ്പേ, ഉരുട്ട് തലയിൽ എന്തൊക്കെ ബുദ്ധി ഒതുക്കുന്നത്? എടി, എന്റെ ഏട്ടനടി അത്. എത്ര തെറ്റ് ചെയ്താലും അങ്ങനെ ചാവള് നോരിക്കിട്ട് ഞാൻ ആഗ്രഹിക്കില്ല. അതും ലച്ചുവിന്റെ അച്ഛനാണെന്നോളെ മറന്നിട്ടാണോ നീ സംസാരിക്കുന്നത്? ഒറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ പൊടിയാത്തേക്ക്. മുടക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തപ്പോ നാട്ടിക്കൊന്നേ എന്റെ അമ്മ. ഏതവനാടാ? നിന്നെ സൽക്കരിക്കാൻ കൊണ്ടുവന്ന നിന്റെ കാലനാടാ. ഇറങ്ങി വാടാ അവിടെ. അയ്യോ, മാർക്കോസ് ഓടിപ്പോണു. ആണോ? പോയി പിടിക്കണേ അവനെ. ഇത് സാറേ, അപ്പുറത്ത് എടുപ്പിച്ചിട്ട്. എടാ നിക്കടവിടെ, എന്നിട്ട് ഓടിക്കില്ലേ? നിക്കടാ. എവിടെ പൊണ്ണ മാർക്കോ? അവിടെ നിക്കടാ. നമ്പർ 10 ബിസിനസ്മാൻ സഞ്ജയ് ദത്തും അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന രമ്യ നായരുമായിട്ട് നിനക്ക് എന്താ മാർക്കോസ് ബന്ധം? അയ്യോ, അവരാരാന്ന് എനിക്ക് അറിയില്ല സാർ. നിനക്കറിയാത്ത അവരുടെ ഫോണിൽ എങ്ങനെ നിന്റെ നമ്പർ? അതും പോരാഞ്ഞ് മണിക്കൂറുകൾ നീ അവരായിട്ട് കോണ്ടാക്റ്റും ചെയ്തിട്ടുണ്ടല്ലോ. അറിയാത്തവരുമായിട്ട് ദിവസേന മണിക്കൂറുകൾ സംസാരിക്കുന്നത് നിന്റെ ഹോബിയാണോ മാർക്കോ? അയ്യോ സാറേ, സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. ഈ സത്യവൻ സത്യം പറയത്തില്ല. നമുക്ക് ഇവന് നമ്മുടെ രീതിയിൽ പെരുമാറിയ മണി പോലെ സത്യം വിളമ്പിക്കോളും. എന്ത് പറയുന്നു സാറേ? തന്റെ ഇഷ്ടപ്രകാരം എന്താ ചെയ്യാറു? കയ്യും കാലൊക്കെ നന്നായി അനങ്ങിയിട്ട് കുറെ നാളായി. അയ്യോ, ഇന്നൊന്നും ചെയ്യല്ലേ. ബഹളം സത്യം പറയടാ. എടാ, ഞാൻ നിന്റെ തൊട്ടപ്പം നീ കിടന്ന് ഇങ്ങനെ പോകുന്നു. അഥവാ നമ്മുടെ മിഥുൻ സാറും യുവ സാറും കൂടി ഇവനെ മേത്ത് കൈവച്ച് ഇവൻ ജീവനോട് ഇവിടുന്ന് പോയിട്ടല്ലോ. ഞാൻ പറയാം സാറേ. സാർ, നമ്മുടെ ഹോസ്പിറ്റലിൽ റെയ്ഡ് നടന്നു സാർ. വാട്ട്? എല്ലാം ഓക്കെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? രമ്യനാരെ അറസ്റ്റ് ചെയ്തു സാർ. Why are you looking at me? Just get out! You are Krishna. You are about to find out what I am going to do. ലച്ചു, ഇവിടെ വാടി. ദേ വീഡിയോ ഒന്ന് നോക്കി. ഇത് അനുസുതിയുടെ വീഡിയോ അല്ലേ? ഇപ്പൊ വയറാളിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അത്. ഏതൊരു ചിക്കൻ അവളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്ന്. ഇതിലെന്തെന്നാ നീ പറയുന്നേ? അവൾ അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ. അയാളൊരു പാവ ഒരു മുക്കിൽ നിൽക്കുക. ഇവളായിട്ട് പോയി തട്ടിക്കൊടുത്തിട്ട് അബ്യൂസ് എന്നും പേരും കൊടുത്തേക്ക. അവൾ ഇളിച്ചോണ്ട് എന്നിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടില്ലേ? യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഉണ്ടെന്ന് കരുതി എന്ത് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാന്നാ? അവൾക്കെതിരെ എന്തെങ്കിലും അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ പ്രതികരിക്കണമായിരുന്നു. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം. അല്ലാതെ ഇത് വീഡിയോ എടുത്തിടുന്നൊക്കെ അതൊക്കെ വെറും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കൂടും ചെയ്തു. എന്നിട്ട് എന്താ കാര്യം ഉണ്ടായത്? 24 മണിക്കൂറിനുള്ളിൽ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ പോയില്ലേ? അവള് ചെയ്ത വീഡിയോ അവൾക്ക് തന്നെ വിനയായെന്ന് വേണം പറയാൻ. അവള് കാട്ടിക്കൂട്ടിയത് അതിലുണ്ടല്ലോ. അയാൾ കൊണ്ടുപോയി കേസ് കൊടുത്തു. മാനഹാനിക്കെതിരെയും അയാൾ അറിയാതെ വീഡിയോ എടുത്തതിന്. കൊച്ചു ചെറുതായിട്ടൊന്ന് വൈറലാവാൻ നോക്കിയതാ. വൈറലും ആയി, എയറിലും ആയി. ഇപ്പം എന്താ, ഗവൺമെന്റിന്റെ വക നിഷ്ഠാന ഭോജനം കഴിച്ച് ജയിലിൽ കയറുമായി. അത് നന്നായി. ഇവളെ പോലുള്ള പെണ്ണുങ്ങൾ കാരണ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാവ പെൺകുട്ടികൾക്ക് വാ തുറക്കാൻ പോലും കഴിയാത്ത. കാരണം ആരും വിശ്വസിക്കത്തില്ല. ഇതുപോലെ ഓരോന്ന് ചെയ്തു വെച്ച് എന്താ ചെയ്യാനാ? ഏത് മാർക്കോ എന്ത് മാർക്കോ എനിക്ക് ഇയാളെ അറിയ പോലുമില്ല. അറിയാത്ത ഇവന്റെ കൂടെ രാത്രി 12 മണി 1 മണി വരെ നീ സംസാരിച്ചോണ്ടിരിക്കുന്ന എന്തോ അടി ഫോണില്. നിങ്ങൾ തമ്മിൽ എന്താ അവീതമല്ലോ അടി?
അനാവശ്യം പറയരുത്. യു ഹറാസ് മീ. ഞാൻ വനിതാ കമ്മീഷൻ കേസ് കൊടുക്കും നിനക്കെതിരെ. നിർത്തടി. ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു. നിന്നെ വിശ്വസിച്ച രോഗികളെ ചതിക്കില്ലടി നീ ചെയ്യുന്നത്. അവരുടെ ജീവൻ എടുക്കാൻ വരെയുള്ള മരുന്നുകളാണ് നീയൊക്കെ എഴുതി കൊടുക്കുന്നത്. അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ജീവനെ കുറിച്ചോ നിനക്കൊരു വിലയില്ല. ആ നീയാ വനിതാ കമ്മീഷൻ പറഞ്ഞ് പീഡിപ്പിക്കുന്ന. ഡോക്ടർ രമ്യ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിന് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ? നിങ്ങൾ കാരണം ഇത്ര പേരെ മരണപ്പെട്ടിരിക്കുന്നത്, ഇത്ര പേർക്ക് മാനസികമായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ, എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ ഈ കേസിൽ 1-ാം പ്രതി ആയിട്ടായിരിക്കും നിങ്ങൾ കോടതി മുഖാമുഖം പോകുന്നത്. അതല്ല, നിങ്ങൾക്ക് മാപ്പുസാക്ഷി ആവണമെങ്കിൽ നിങ്ങൾ സത്യം തുറന്നു പറയണം. ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഒന്നും ചെയ്തത്. ആരാ നിങ്ങളൊക്കെ? വിട് വിട്. നിങ്ങളൊക്കെ ആരാ? വിട് എന്റെ കുട്ടികളെ വിടാൻ. ഏതവനവൻ ചെക്ക് പോസ്റ്റ് തകർത്ത്? അല്ല, അത് ലക്ഷ്യമല്ലേ? ഏയ്, ആരെങ്കിലും വണ്ടി ഫോളോ ചെയ്. എന്റെ വിവരം അറിയിക്കണം. അതെവിടെയാ പോകുന്ന വെച്ചാ ചെല്ലേ. ഒന്ന് വീട് ചേട്ടാ, നീയൊക്കെ ആരാ? ഇവിടെ 10ന്റെ പൈസ എടുക്കാനില്ലടോ ഞങ്ങളുടെ കയ്യില്. ഞങ്ങളൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? കുറച്ച് പൈസ ഇങ്ങോട്ട് തരാണെങ്കിൽ ഉപകാരമായിരുന്നു. അവിടെ ഫീസ് വരെ അടച്ചിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് മിണ്ടായിരിക്കടി. നിന്റെ വർത്താനം കേട്ട കൊല്ലം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവർ കൊന്നുകളയും. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? നീയൊക്കെ ആരാ? നമ്മുടെ കല്യാണത്തിന് വേണ്ടി ലച്ചു. ഇങ്ങനെ ലച്ചു ഇവിടെ 2 ദിവസം കൂടിയല്ലേ നമ്മുടെ കല്യാണത്തിനുള്ളൂ. ആ 2 ദിവസം എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇന്ന് തന്നെ അങ്ങ് കല്യാണം നടത്താന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. ഇരിക്കെ കിഡ്നാപ്പ് ചെയ്ത് കല്യാണം കഴിക്കാൻ നോക്കുന്നോ? നീ ഒരു ക്രിമിനൽ ആണോടാ? എനിക്ക് ഈ വാതിരി സമ്മതമല്ല. ഈ കല്യാണം നടക്കില്ല. പറ്റില്ല. പറ്റില്ല, നടക്കില്ല. അങ്ങനെ കൊണ്ടുപോടാ. ഏട്ടാ, ഏട്ടാ ഇതെന്താ അതൊക്കെ? എന്റെ ഏട്ടനൊന്നും ചെയ്യല്ലേ. ഞാൻ കാല് പിടിക്കാം. ഇവളെന്റെ തുറപ്പിച്ചിട്ടാ, യുവകൃഷ്ണക്കെതിരേക്കുള്ള തുറപ്പിച്ചിട്ട്. അവന്റെ മുന്നിൽ മുട്ടുകൂത്താതിരിക്കണമെങ്കിൽ എനിക്ക് ഈ കല്യാണം നടന്നേ പറ്റൂ. വന്നിരിക്കടി. ഇല്ലെങ്കിൽ നിന്റെ താന്തയുടെ കഴുത്തിൽ സിറിഞ്ച് കുത്തി ഇറങ്ങിയോ ഇഞ്ചിഞ്ചായിട്ടാള് ചാവും. നല്ല ഉഗ്രം പോയസനാത്. വന്നിരിക്കാൻ. എന്റെ കയ്യിൽ നിന്ന് ഇവിടെ രക്ഷിക്കാന്നാണോ നീ വിചാരിക്കുന്നത്? നീ എന്റെ കുരുക്കിൽ വന്ന് പെട്ടത് നീ അറിഞ്ഞില്ല. ഇതിൽ ഒരുത്തം പോലും പുറലോകം നീ കാണരുത്. കൊന്നു കളഞ്ഞേക്കല്ലാത്തിന്. വെരി ഫണ്ണി. എടാ നാണമില്ലാത്ത നാറി, അസുര ജന്മമേ. ഒരു പാവം പിടിച്ചൊരു പെൺകുട്ടിയുടെ ജീവിതം തൊലച്ചിട്ട് ആതിരവർമ്മ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അവളെ ഒരു പരീക്ഷണ വസ്തു ആക്കിയില്ലടാ നീ. ഇഞ്ചിഞ്ചായി ആ കൊച്ചിനെ കൊന്നു നീ. ഇപ്പോ ലച്ചുനെ നീ അതുപോലെ എടുക്കാൻ നോക്കുകയാണോ? എത്ര കുട്ടികളുടെ, എത്ര പേരുടെ ജീവനെ നീ എടുത്തത്. ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. ഈ ലോകത്ത് എന്റെ കാഴ്ചയിൽ കൊടുന്ന് ഈ രാജ്യത്തിന്റെ കിങ് ആവാനാ ഞാൻ നോക്കുന്നത്. അതിനാരും ഇല്ലാണ്ടാക്കാൻ വന്നാലും ഐ ഡോണ്ട് കെയർ. ഏട്ടാ, ആ എന്താ അമ്മേ, അമ്മായി. ഇനി നീ അങ്ങനെ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണോ? മാഡത്തിനൊന്നും പറ്റില്ല. മാഡം, ഇവനിനി ലച്ചിന്റെ മുന്നിൽ പോലും വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരുപാട് നന്ദിയുണ്ട് സാർ, എന്റെ മോളെ രക്ഷിച്ചതിന്. സാർ, അവളെ ഉപേക്ഷിക്കരുത്. സാറിന് അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്.
ഒരുപാട്. ചന്ദ്ര മോളെ, എനിക്ക് വേണ്ടി എന്തിനാ മോളെ ഇത്? ചന്ദ്ര, ഏട്ടൻ എനിക്ക് അത്ര ഇഷ്ടം. ഏട്ടാ, ഏട്ടൻ എത്ര നാളൊക്കെ ശേഷം മോളെ വിളിക്കുന്നു. ഏട്ടാ, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. എനിക്ക് വേണമെങ്കിലും അവരെ വേദനിപ്പിക്കാതെ നല്ലോണം നോക്കണേ ഏട്ടാ. മോളെ ചന്ദ്ര, കണ്ണു തുറക്ക്. ഏട്ടൻ ഇനി നന്നായിക്കോളാം. ഒരു തെറ്റ് ചെയ്യത്തില്ല മോളെ. നീ എനിക്ക് വേണ്ടി ഇങ്ങനെ. ചന്ദ്ര, യുവ എന്താ രാവിലെ തന്നെ? ഈ വഴിക്ക് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അങ്കിൾ. ഇവിടെ നിന്ന് കയറിയെന്നുള്ളപ്പോ ഞാൻ യുവനെ കാണണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്താ എന്താ അങ്കിൾ? യുവ, ചന്ദ്ര പോയതിനു ശേഷം പിള്ളേർ രണ്ടുപേരും റൂമിൽ നിന്ന് മര്യാദയ്ക്ക് പുറത്തിറങ്ങുന്ന പോലുമില്ല. ഭക്ഷണം കഴിക്കുന്നില്ല, കോളേജിലും പോകുന്നില്ല. എനിക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും തെറ്റുകൾ അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. യുവ ഒന്ന് പോയി എൻ്റെ മക്കളോട് സംസാരിക്കണം. അവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ ചന്ദ്രയ്ക്കും അത് സഹിക്കില്ല. യുവ അവർ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനെന്താ അങ്കിൾ, ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാം. ഇത് എന്താ ലച്ചു, ഇതെങ്ങനെ ഇരുന്നാ മതിയോ? കോളേജിലൊന്നും പോകണ്ടേ? എവിടെ കാർത്തു? എവിടെ? സാർ എന്തിനാ എന്നങ്ങനെ വരുന്നത്? എന്റെ അമ്മായിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയാണോ? മേഡത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമല്ല, ലച്ചുവിനെ കാണാനും കൂടി ഞാൻ വന്നത്. എനിക്കും കൂടി വേണ്ടി. ലച്ചു, എന്നെക്കുറിച്ച് നിനക്ക് അറിയാലോ. മിഥുനുമാരോടും പറഞ്ഞ് താൻ അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് 16-ാം വയസ്സിലാണ് എൻ്റെ അച്ഛമ്മ നഷ്ടപ്പെട്ടത്. അവിടുന്ന് തനിച്ചായത് ഞാൻ. ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കൂടെ. ആരെയും കൂട്ടുകൂട്ടാൻ ശ്രമിച്ചിട്ടുമില്ല. കാരണം കൂട്ടുകൂടിയവരും സ്നേഹിച്ചവരെല്ലാം അവസാനം എന്നെ വിട്ട് പോയിട്ടേ ഉള്ളൂ. ആ വേദന സഹിക്കാൻ വയ്യാത്തോണ്ടാ. നിന്നെ കണ്ടപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു നിന്നെ എൻ്റെ കൂടെ നിർത്തണമെന്ന്. എന്നാലും പേടിച്ചിരുന്നു. അതുകൊണ്ട് അകറ്റിയത്. നീ എന്നിൽ നിന്ന് അകന്നു പോകും തോറും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് പ്രണയിക്കാനോ പിന്നാലെ നടക്കാനൊന്നും അറിയില്ല. മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും എനിക്കറിയില്ല. നിനക്ക് എന്നും കൂട്ടായി ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുമോ നീ, എൻ്റെ ഭാര്യയെ? നന്ദി യുവ. അച്ഛനും മക്കൾക്ക് എനിക്ക് അറിയില്ലേ സമയം എത്രയെന്ന് അറിയോ? ഓഫീസിനും സ്കൂളും പോണ്ട ആൾക്കാരാ. എനിക്കും വർക്കിന് പോണോട്ടോ. നേരത്തെ കാലത്ത് ഞാൻ എണീറ്റെല്ലാം ഉണ്ടാക്കി വെക്കും. സമയമില്ല എന്ന് പറഞ്ഞ് അച്ഛനും മക്കൾ ഓടിപ്പോക്ക. ഞാൻ ഇനി മുതൽ ഒന്നും ഉണ്ടാക്കത്തില്ല. എന്നെയും പിള്ളേരും കഴിഞ്ഞു. നീ ഫുഡും എടുത്തോ, ഞങ്ങളിതാ എത്തി. ഇതൊന്നും പോരാ, ഒന്നും കൂടി. മോളെ ലച്ചുട്ട്, നീ ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഞാൻ വന്നിട്ട് എടുത്തോളാം. നിങ്ങളുടെ ബെഡായി എന്ന് നിർത്തുന്ന അന്ന് ഞാൻ നന്നാവും. ബെഡായി എന്ന് പറഞ്ഞല്ലേ, ഞാൻ സത്യം പറഞ്ഞിട്ടാ. പിന്നെ സംഭവിച്ച കാര്യമാണ്. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടാളും കൂടി? ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ പെണ്ണ് വിശ്വസിക്കണ്ടേ? ഇത് നിന്റെ സ്വഭാവം കൂടി നോക്കിയിട്ട് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചെന്ന്. പക്ഷെ നിന്റെ ഈ ബെഡായുടെ കാര്യം ഞാൻ ആലോചിച്ചിരുന്നെങ്കിൽ അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരില്ലായിരുന്നു. എന്തിനാണ് അവളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്? ചേട്ടാ, വേറെ ആരും കിട്ടിയില്ലേ എന്നെ കെട്ടിക്കാൻ? അങ്ങേരുടെ ഇടി കണ്ടില്ലേ? എന്നും രാത്രി ആയാലും പകലൊന്നുമില്ലാതെ ബടായി ബടായി. നിങ്ങൾ രണ്ടുപേരുടെ അടികൂടലും മാറിയിട്ട് എന്നാ നിങ്ങളൊരു കുഞ്ഞിക്കാലം ഞങ്ങൾക്ക് കാണിച്ചിരുന്നത്? ഒന്ന് പോയിലിച്ചിവിടുന്ന്. എനിക്കൊന്നും വയ്യ ഒരു മുതുക്കളവനായ കൊച്ചിനും ചെറിയ കൊച്ചിനും നോക്കാൻ. ആദ്യം ഇങ്ങേരൊന്നും ബുദ്ധി വളരട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ കൊച്ചിനെ കുറിച്ച് ആലോചിക്കാം. ഇനി മണം കിടാൻ വയ്യ. വർക്കിനും പോവാം സാർ. ലച്ചു, ഞാൻ പോയിട്ട് വരാവേ. കാർത്തുട്ടി, നീ ഇപ്പൊ പോവോ? ഇല്ല ഏട്ടാ, ഞാൻ കുറച്ചേരം ഇവിടെ ഉണ്ടാവും. അച്ഛൻ തീർത്ഥാടനത്തിന് പോയിക്കല്ലേ. അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാമേശ്വരത്തുണ്ടാള്. അപ്പൊ ഞങ്ങളിവിടെ ഒരുമിച്ച് കാണത്രേ. ഓക്കെ ബൈ. സേഫായിട്ട് ഇരുന്നോ രണ്ടാളും.